എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനുഷാർ തിരുനാഗപ്പള്ളി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് പദ്ധതികളെ പറ്റിയാണ്. നമുക്കറിയാം LGSന്റെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും എടുത്തു നോക്കിയാൽ അതിനകത്തെല്ലാം ചോദിച്ചിട്ടുള്ള ഒന്നിൽ കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ആരോഗ്യക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആരോഗ്യക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ഈ ക്ലാസ്സിന്റെ PDF എവിടെ ലഭിക്കും എന്ന് ചോദിച്ചാൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭിക്കും. നിങ്ങൾക്ക് ലിങ്ക് വഴി കയറാൻ പറ്റുന്നില്ല എങ്കിൽ PSC ഇൻഫ്ലുവൻസറിന് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, PSC ഇൻഫ്ലുവൻസർ. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ് ആരോഗ്യക്ഷേമ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി. ഓപ്ഷൻ എ ആർദ്രം, ഓപ്ഷൻ ബി താലോലം, ഓപ്ഷൻ സി സുഹൃതം, ഓപ്ഷൻ ഡി മന്ദഹാസം. ഇത് നമുക്ക് ഇങ്ങനെ അങ്ങ് കാണാ പഠിച്ചു പോകാൻ പറ്റില്ല അല്ലെ? കാരണം ഒരുപാട് പദ്ധതികളുണ്ട്. ഒരുപാട് കേരള സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാം പദ്ധതികൾ ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ അങ്ങ് കാണാതെ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ട്രിക്സും ടിപ്സും വഴി നമുക്കിത് പഠിക്കാം. അപ്പം അത് ട്രിക്സും ടിപ്സുമായിട്ട് മാത്രം എടുക്കുക നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യത്തെ ചോദ്യം ഇതാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക്, മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി. ഒരു കുട്ടിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് അവരെ നമ്മൾ കൂടുതൽ ഓമനിക്കുക അല്ലെങ്കിൽ താലോലിക്കുക? 18 വയസ്സിൽ താഴെയുള്ളവരെയാണ് അല്ലെ? മിക്കവാറും ഉള്ള ഇടത്തല്ല. നമ്മളിത് വെറുതെ ഒന്ന് ഓർക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ആണല്ലോ. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും? താലോലിക്കും അല്ലെ? അമ്മമാര് നമ്മളെ താലോലിക്കും. അപ്പൊ ഇത് ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി താലോലം. പഠിച്ചല്ലോ. അപ്പം മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ ബി താലോലമാണ്. താലോലം. അപ്പൊ എന്താ താലോലം എന്ന് നോക്കാം. വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ, സെറിബ്രൽ പ്ലാസി, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ, ജന്മനായുള്ള പരിമിതികൾ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച് 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് താലോലം. അപ്പം 18 വയസ്സിൽ താഴെയുള്ള മാരകമായ അസുഖങ്ങൾ ബാധിച്ച് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ചികിത്സാ പദ്ധതി, കേരള സർക്കാരിന്റെ സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ താലോലം. ക്ലിയർ ആയി? അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ നോക്കൂ. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏത്? ആന്റിബയോട്ടിക്കുകളുടെ അമിത വിനിയോഗം തടയുന്നതിനായി. ഓപ്ഷൻ എ ഓപ്പറേഷൻ തേന, ഓപ്ഷൻ ബി ഓപ്പറേഷൻ അമൃത്, ഓപ്ഷൻ സി ഓപ്പറേഷൻ ഹരിതം, ഓപ്ഷൻ ഡി ഓപ്പറേഷൻ പരിഷ്കാരം. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ഓപ്പറേഷൻ അമൃത് ആണ്. ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത്? ഓപ്ഷൻ എ സ്നേഹസാന്ത്വനം, ഓപ്ഷൻ ബി സ്നേഹസ്പർശം, ഓപ്ഷൻ സി ശ്രുതി തരംഗം, ഓപ്ഷൻ ഡി സമാശ്വാസം. ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രിക്ക് വെച്ച് പെട്ടെന്ന് പറയാം ശ്രുതി തരംഗമാണ്. പക്ഷെ ഈ ഓപ്ഷൻസിനകത്ത് ധ്വനിയോ അല്ലെങ്കിൽ കാതോരവോ അങ്ങനെയുള്ള പദ്ധതികളാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഓർത്തിരിക്കണ്ടേ? അപ്പൊ നോക്കിയേ, കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ശ്രുതി തരംഗമാണ്. ശ്രുതി തരംഗം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ പാട്ടുകളെല്ലാം ആസ്വദിക്കുന്ന നമുക്കറിയാം അല്ലെ? മൂളുന്നത് നമുക്കറിയാം. മൂളുന്നത് എങ്ങനെയാണ്? ശ്രുതി ചേർത്താണ് മൂളുന്നത് അല്ലെ? ശ്രുതി ചേർത്താണ് നമ്മളെല്ലാം പാടുന്നത്. നമ്മൾ പാടുന്നത് അങ്ങനെ അല്ലെങ്കിലും ഓർക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ പറയാം. ശ്രുതി ചേർത്താണ് പാടുന്നത്. അപ്പം ഇതിനകത്ത് ഉത്തരം ഏതാണ്? ശ്രുതി തരംഗമാണ്. കേരള സംസ്ഥാന
ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ശ്രുതി തരംഗം. ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കിയേ, ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ശ്രുതി തരംഗം. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന പദ്ധതി. ഇനി 0 മുതൽ 3 അല്ലെങ്കിൽ ജനിച്ച ഉടൻ മുതൽ 3 വയസ്സ് വരെയുള്ള, ചില സാഹചര്യങ്ങളിൽ 5 വയസ്സ് വരെയുള്ള വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ള കുടുംബങ്ങളിലെ ബധിരരായ കുട്ടികളെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത്, സർക്കാർ ആശുപത്രികളിലൂടെ തിരഞ്ഞെടുക്കുന്ന എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികളിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നമുക്ക് വേണേ ഇങ്ങനെ ഒരു പ്രസ്താവന ചോദ്യവുമായി ബന്ധപ്പെടാം അല്ലെ? താഴെ തന്നിരിക്കുന്നവയിൽ ശ്രുതി തരംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെറ്റായ പ്രസ്താവന ഏത്? അപ്പൊ ഈ ഓരോ പ്രസ്താവന നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ ഈ ഓരോ പ്രസ്താവനയും പഠിക്കാം. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. 2023 ചോദിച്ച ഒരു ചോദ്യമാണ്. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച സൗജന്യ ചികിത്സ നൽകുന്നതിനാൽ കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ കാതോരം, ഓപ്ഷൻ ബി ധ്വനി, ഓപ്ഷൻ സി ശ്രുതി മധുരം, ഓപ്ഷൻ ഡി കരുതൽ ചൈൽഡ് കെയർ. ഏതാണ്? നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനാൽ കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി. നമ്മൾ ശ്രുതി തരംഗം പറഞ്ഞു, ജനിച്ച ഉടൻ മുതൽ 5 വയസ്സ് വരെ ഉള്ളവർക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ആണ്. ഇവിടെ പറയുന്നത് നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതാ. അപ്പൊ നമ്മൾ നവജാത ശിശുക്കളുടെ പേരില് കാതോരം നമ്മൾ പേര് വിളിക്കും അല്ലെ? കാതോരം പേര് വിളിക്കും. അപ്പൊ ഏതാണ് പദ്ധതി? ഓപ്ഷൻ എ കാതോരമാണ്. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനാൽ കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ എ കാതോരമാണ്. ശ്രുതി തരംഗം വേറെ, കോക്ലിയർ ഇംപ്ലാന്റേഷൻ ജനിച്ച ഉടൻ മുതൽ 5 വയസ്സ് വരെ 2 ലക്ഷത്തിൽ താഴെ വരുമാനം. ഇവിടെ പറയുന്നത് നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി കാതോരം. തിരിഞ്ഞു പോവരുതേ. അങ്ങനെയെങ്കിൽ അടുത്ത പദ്ധതിയാണ് ധ്വനി. എന്താണ് ധ്വനി? കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർച്ച ഉറപ്പാക്കുന്നതിനായുള്ള കേരള സർക്കാർ പദ്ധതി. നമ്മൾ പറഞ്ഞു ബധിരരായ കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടക്കുന്നതാണ് ശ്രുതി തരംഗം എന്ന് പറഞ്ഞു. ഈ കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർച്ചയായിട്ട് ആ ഒരു പാട്ട് കേൾക്കണം അല്ലെങ്കിൽ ആ ഒരു ധ്വനി കേൾക്കണം എങ്കിൽ അങ്ങനെ ഉറപ്പാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ധ്വനി. ഓർത്തു വെക്കാലോ. തുടർച്ച ഉറപ്പാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ധ്വനി. അടുത്തതുണ്ട് കാതോരം. നമ്മൾ ഇവിടെ പറഞ്ഞു കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം. അടുത്തത് ശ്രുതി മധുരം. ശ്രുതി തരംഗമല്ല, ശ്രുതി മധുരം. എന്താണ്? കോട്ടയം ജില്ലയിൽ കേൾവിശക്തി പരിമിതർക്ക് ശ്രവണ സഹായ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ശ്രുതി മധുരം. കോട്ടയം ജില്ലയിലെ കേൾവിശക്തി പരിമിതർക്ക് ശ്രവണ സഹായ വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാണ്? ശ്രുതി മധുരമാണ്. ശ്രുതി മധുരം. ക്ലിയർ ആയല്ലോ? അപ്പം ചെവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി? ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ. ഓപ്ഷൻ എ 1076, ഓപ്ഷൻ ബി 1058, ഓപ്ഷൻ സി 1066, ഓപ്ഷൻ ഡി 1056. ഏതാണ് കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ? ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് 1056 ആണ്. 1056 ആണ് ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ. ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056. നോക്കി, ടെലി ഹെൽപ്പ് ലൈൻ നമ്പർ 1056 ആണ്. ദിശ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ഇന്റർവെൻഷൻ സിസ്റ്റം ഓഫ് ഹെൽത്ത് അവയർനെസ്. ഒരു ആരോഗ്യ കേരളം പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ് ദിശ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ KEMP എന്താണ്? കേരള എമർജൻസി മെഡിക്കൽ സർവീസ് പ്രോജക്റ്റ് ആണ്. കേരള എമർജൻസി മെഡിക്കൽ സർവീസ് പ്രോജക്റ്റ്. ഇനി കുറച്ച് കേരള ഹെൽപ്പ് ലൈൻ നമ്പറുകൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് ക്രൈം സ്റ്റോപ്പർ. ക്രൈം സ്റ്റോപ്പറിന്റെ 10
10 90 ക്രൈം സ്റ്റോപ്പറിന്റെ. പിങ്ക് പോലീസിന്റെ 15 15 15 15. വെള്ളപ്പൊക്കമാവുമ്പോഴോ 1070 1077 രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ഓർത്തിരിക്കാം. ഹൈവേ പോലീസ് 98 46 100 100. ടാക്സി 85 90 000 543. അടുത്ത ആന്റി റാഗിംഗ് ഹെൽപ്പ് ലൈൻ നമ്പർ എന്താണ്? 1800 180 5522. ഇതൊക്കെ ഇത് ഇത്രയും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ മൃതസഞ്ജീവനി, ഓപ്ഷൻ ബി മാതൃകിരണം, ഓപ്ഷൻ സി ആയുർദളം, ഓപ്ഷൻ ഡി ശ്രുതി തരംഗം. ഇതിൽ ഏതാണ് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതി? മൃതസഞ്ജീവനിയാണ്. മൃതസഞ്ജീവനി. ആ പേര് വെച്ച് ഒന്ന് ഓർത്തിരിക്കുക. മസ്തിഷ്ക മരണം മൃതസഞ്ജീവനി. ആ പേര് വെച്ച് ഒന്ന് ഓർത്തിരിക്കാലോ. അപ്പൊ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് മൃതസഞ്ജീവനിയാണ്. മൃതസഞ്ജീവനിയുടെ ആപ്തവാക്യം എന്താണെന്ന് അറിയാമോ? മൃതസഞ്ജീവനിയുടെ ആപ്തവാക്യമാണ് കൈപിടിക്കാം ജീവിതത്തിലേക്ക് അവയവദാനത്തിലൂടെ. കൈപിടിക്കാം ജീവിതത്തിലേക്ക് അവയവദാനത്തിലൂടെ. ഇതാണ് മൃതസഞ്ജീവനിയുടെ ആപ്തവാക്യം. നമ്മൾ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, അവയവദാനത്തിലൂടെ കൈപിടിക്കാം ജീവിതത്തിലേക്ക് അവയവദാനത്തിലൂടെ. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മൃതസഞ്ജീവനി കണ്ടെത്താം. അതേപോലെ തന്നെ ഇതിന്റെ അംബാസിഡർ ആരാണെന്ന് ചോദിച്ചാൽ മോഹൻലാൽ ആണ് കേട്ടോ. അംബാസിഡർ മോഹൻലാൽ ആണ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ മൃതസഞ്ജീവനി. ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ അങ്ങ് പഠിച്ചു പോകുക, പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട, ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു പോയിക്കോളാം. ഓക്കെ, അടുത്തത് നോക്കി. മൃതസഞ്ജീവനി ആരംഭിച്ചത് എന്നാണെന്നാണ് പറയുന്നത്. 2012 ഓഗസ്റ്റ് 12 മൃതസഞ്ജീവനി ആരംഭിച്ചത്. 2012 ഓഗസ്റ്റ് 12. ഹൃദയം, കരൾ, പാൻക്രിയാസ്, വൃക്ക, ശ്വാസകോശം മുതലായവ അവയവങ്ങൾ മാറ്റിവെക്കുന്നതിനായി നിലകൊള്ളുന്ന പദ്ധതിയാണ്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? മൃതസഞ്ജീവനി എന്ന പദ്ധതിയുടെ ലക്ഷ്യം ദുർബലരായ വ്യക്തികൾക്ക് അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താനും ആരോഗ്യകരമായ ജീവിതം നയിക്കാനുമുള്ള അവസരം നൽകുക. അപ്പം ദുർബലരായ വ്യക്തികൾക്ക് അവയവമാറ്റ ശസ്ത്രക്രിയ നടത്താനും ആരോഗ്യകരമായ ജീവിതം നയിക്കാനുമുള്ള അവസരം നൽകുക എന്നതാണ് മൃതസഞ്ജീവനിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ക്ലിയർ ആയല്ലോ? അപ്പം ഇത് ആരംഭിച്ചത് എന്നാണ്? 2012 ഓഗസ്റ്റ് 12. ആപ്തവാക്യം കൈപിടിക്കാം ജീവിതത്തിലേക്ക് അവയവദാനത്തിലൂടെ. ഇത് എപ്പോഴാണ് നടത്തുന്നത്? ഇത് എന്തിന്റെ പദ്ധതിയാണ്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാന ശസ്ത്രക്രിയ അല്ലെങ്കിൽ അവയവദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണ്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങള്? അങ്ങനെയെങ്കിൽ ആയുർദളം എന്താണെന്ന് നോക്കാം. എന്താണ് ആയുർദളം? എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. അപ്പൊ ആയുർദളം മറക്കരുത്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആയുർദളമാണ്. അടുത്ത ആശ്വാസകിരണം പദ്ധതി ഉപഭോക്താക്കൾ ആരാണ്? ആശ്വാസകിരണം പദ്ധതി ഉപഭോക്താക്കൾ ആരാണ്? ഓപ്ഷൻ എ ആശാപ്രവർത്തകർ, ഓപ്ഷൻ ബി അംഗനവാടി പ്രവർത്തകർ, ഓപ്ഷൻ സി രോഗികളെ പരിചരിക്കുന്നവർ, ഓപ്ഷൻ ഡി തീവ്ര രോഗബാധിതർക്ക്. ആശ്വാസകിരണം പദ്ധതി ഉപഭോക്താക്കൾ ആരാണ്? രോഗികളെ പരിചരിക്കുന്നവർക്കാണ്. അപ്പൊ ആശ്വാസകിരണം പദ്ധതി ഉപഭോക്താക്കൾ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? രോഗികളെ പരിചരിക്കുന്നവർക്കാണ്. അപ്പോൾ എന്താണ് ആശ്വാസകിരണം പദ്ധതി എന്ന് നോക്കാം. ആശ്വാസകിരണം ഒരു രോഗിയെ ആശ്വസിപ്പിക്കുകയാണ് അല്ലെ. ഒരു രോഗിയെ ആശ്വസിപ്പിക്കുന്ന ആരാണ്? രോഗിയെ പരിചരിക്കുന്നവരാണ്. ഇപ്പം ക്ലിയർ ആയോ? ഇപ്പൊ ഇനി അത് പഠിക്കാൻ എളുപ്പമല്ലേ?
പൂർണ്ണ ശയ്യാവലംബരായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതിയാണ് ആശ്വാസകിരണം. ആശ്വാസകിരണത്തിന്റെ ഉപഭോക്താക്കൾ അപ്പൊ ആരാണ് വരുന്നത്? ആശ്വസിപ്പിക്കുന്നവരാണ്. ആരാണ് ആശ്വസിപ്പിക്കുന്നത്? രോഗികളെ പരിചരിക്കുന്നവർ. ഇപ്പം പഠിച്ചല്ലോ ആശ്വാസകിരണം പദ്ധതി. പ്രതിമാസം 600 രൂപ ധനസഹായമായി ഇവർക്ക് ലഭിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഇനി ഈ പദ്ധതിയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? മുഴുവൻ സമയവും പരിചരിക്കാൻ ആള് വേണമെന്നുള്ള രോഗികൾ, മാനസിക വെല്ലുവിളി നേരിടുന്നവർ, മീൻസ് ഓട്ടിസം, സെറിബ്രൽ പാൾസി, മാനസിക രോഗം, ബുദ്ധിമാന്ദ്യം ഇതെല്ലാം അനുഭവിക്കുന്നവര്, 100% അന്ധരായവർ, ശയ്യാവലംബരായ ക്യാൻസർ രോഗികൾ, പ്രായാധിക്യം മൂലം കിടപ്പിലായവർ, ബ്രിട്ടിൽ ബോൺ രോഗമുള്ളവർ എന്നിവരെ പരിചരിക്കുന്നവരാണ് ഇതിന്റെ ഉപഭോക്താക്കൾ. അപ്പൊ ആശ്വാസകിരണം പദ്ധതി എന്താണ്? പൂർണ്ണമായും ശയ്യാലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതിയാണ് ഈ ആശ്വാസകിരണം എന്ന് പറയുന്നത്. അടുത്ത പദ്ധതി ഇതാണ്. താഴെ പറയുന്നവയിൽ ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ സംരംഭം ഏത്? താഴെ പറയുന്നവയിൽ ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ സംരംഭം. ഓപ്ഷൻ എ സെഹത്, ഓപ്ഷൻ ബി ശുഭയാത്ര, ഓപ്ഷൻ സി മാതൃജ്യോതി, ഓപ്ഷൻ ഡി കളിക്കൂട്ടം പദ്ധതി. ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ സംരംഭം ഏതാണെന്ന് ചോദിച്ചാൽ അത് സെഹത് ആണ്. സെഹത്ത്. താഴെ പറയുന്നവയിൽ ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ സംരംഭം ഏതാണ്? അത് സെഹത്ത് ആണ്. സെഹത്ത്. അങ്ങനെയെങ്കിൽ മാതൃജ്യോതി എന്താണ്? മാതൃജ്യോതി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനായി ആദ്യ 2 വർഷം വരെ പ്രതിമാസം 2000 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി. അല്ലെ? മാതൃത്വം, അമ്മ, മാതൃജ്യോതി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനായി ആദ്യത്തെ 2 വർഷം പ്രതിമാസം 2000 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന പദ്ധതി മാതൃജ്യോതി. അങ്ങനെയെങ്കിൽ കളിക്കൂട്ടം പദ്ധതി എന്താണ്? കളിക്കൂട്ടം പദ്ധതി ഓട്ടിസം ബാധിച്ച കുട്ടികളെ സർഗശേഷി പരിപോഷിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കിയ പദ്ധതി. മറന്നു പോകരുതേ. കളിക്കൂട്ടം പദ്ധതി എന്താണ്? കളിക്കൂട്ടം കളിക്കുന്നതിലൂടെ അവർക്ക് എന്ത് കൂടും? അവരുടെ സർഗശേഷി, കുട്ടികളുടെ സർഗശേഷി കൂടും. അല്ലെ? അപ്പം ഓട്ടിസം ബാധിച്ച കുട്ടികളിലെ സർഗശേഷി പരിപോഷിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കിയ പദ്ധതിയാണ് കളിക്കൂട്ടം പദ്ധതി. അടുത്ത പദ്ധതിയാണ് നിയോക്രാഡിൽ. ക്രാഡിൽ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? നവജാത ശിശുക്കളെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ നിയോക്രാഡിൽ എന്ന് പറയുന്നത് നവജാത ശിശുക്കളിലെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് നിയോക്രാഡിൽ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? ഒന്ന് സെഹത്ത് പറഞ്ഞു. എന്തായിരുന്നു? ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ പരിരക്ഷ നൽകാൻ സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ പദ്ധതിയാണ് സെഹത്ത്. അങ്ങനെയെങ്കിൽ മാതൃജ്യോതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമ്മമാർക്ക് വേണ്ടിയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനായി ആദ്യ 2 വർഷം വരെ 2000 രൂപ നൽകുന്ന ഒരു പദ്ധതിയാണ്. ഒരു കേരള സർക്കാരിന്റെ പദ്ധതിയാണ്. ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് മാതൃജ്യോതി. അടുത്ത കളിക്കൂട്ടം പദ്ധതി. കളിക്കുമ്പോൾ സർഗശേഷി കൂടും. ഓട്ടിസം ബാധിച്ച കുട്ടികളിലെ സർഗശേഷി വളർത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ പരിപോഷിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് സമഗ്ര ശിക്ഷ കേരളം SSK ആരംഭിച്ച പദ്ധതി, നടപ്പിലാക്കിയ പദ്ധതി. നിയോക്രാഡിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രാഡിൽ എന്ന് പറയുമ്പോൾ നവജാത ശിശുക്കൾ. അല്ലെ? അപ്പൊ നവജാത ശിശുക്കളിലെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് നിയോക്രാഡിൽ. അടുത്തത് കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഒരുപോലെ വരും, പക്ഷെ 2-3 പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട് കാണും. ഒന്നാണ് ശുഭയാത്ര. ശുഭയാത്ര എന്താണ്? എന്തായാലും യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലെ ശുഭയാത്ര. ഒന്നെന്ന് പറയുന്നത് സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. എന്താ? ശുഭയാത്ര. അതിന്റെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ ആണ്. അപ്പൊ ശുഭയാത്ര സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി, ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ.
അടുത്ത ശുഭയാത്ര എന്ന പദ്ധതി എന്താണ്? കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്ന ചലന വൈകല്യമുള്ളവർക്കായി ഹൈടെക് വീൽ ചെയർ പദ്ധതി. ഒന്ന്, വൈകല്യമുള്ളവർക്ക് വേണ്ടിയുള്ള ഹൈടെക് വീൽ ചെയർ പദ്ധതി വരും. രണ്ടാമത്തത് സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. അപ്പൊ ശുഭയാത്ര രണ്ടെണ്ണം പഠിച്ചു പൊയ്ക്കോണേ. അടുത്തതാണ് കനിവ്. എന്താണ് കനിവ്? വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, കിടപ്പിലായവർ, തീവ്ര മാനസിക രോഗങ്ങൾ എന്നിവയ്ക്ക് മരുന്ന്, ഭക്ഷണം, പരിചരണം എന്നിവ ഉറപ്പാക്കാൻ കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് കനിവ് എന്ന് പറയുന്നത്. കനിവ് എപ്പോഴും വേണ്ടുന്ന എന്താണ്? പാവപ്പെട്ടവർക്കാണ് അല്ലെ നമ്മൾ കനിവ് ലഭിക്കേണ്ടത്. അപ്പം കനിവ് എന്ന് പറയുന്നത് വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് കൊടുക്കണം, കിടപ്പിലായവർക്ക് കൊടുക്കണം, തീവ്ര മാനസിക രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് കൊടുക്കണം. അപ്പൊ ഇവർക്കെല്ലാം മരുന്ന്, ഭക്ഷണം, പരിചരണം എന്നിവ ഉറപ്പാക്കാൻ വേണ്ടി കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി. അനാഥരായ കുട്ടികളെ കണ്ടെത്തുന്നതിനും അവർക്ക് ധനസഹായം, പോഷകാഹാരം, വിദ്യാഭ്യാസം എന്നിവ നൽകുന്നതിനും HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്നതിനും വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് കനിവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ കനിവ് നമ്മൾ രണ്ടെണ്ണം പഠിച്ചു. അടുത്തതാണ് കനിവ് 108. എന്താണ് കനിവ് 108 അല്ലെങ്കിൽ 108? റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യ മണിക്കൂറുകളിൽ അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന സമഗ്ര ട്രോമ കെയർ സംവിധാനം അല്ലെങ്കിൽ സൗജന്യ ആംബുലൻസ് ശൃംഖലയാണ് കനിവ് 108 എന്ന് പറയുമ്പോൾ നമുക്ക് ആംബുലൻസ് ഓർത്താൽ മതി അല്ലെ. അപ്പം റോഡ് അപകടങ്ങളിൽ അപ്പോഴും മിക്കവാറും എല്ലാ ആംബുലൻസ് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്? ഈ റോഡ് അപകടങ്ങളാണ് അല്ലെ. അപ്പൊ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യ മണിക്കൂറുകളിൽ അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന സമഗ്ര ട്രോമ കെയർ സംവിധാനമാണ് കനിവ് 108. അപ്പം കനിവ് പറഞ്ഞു, ശുഭയാത്ര പറഞ്ഞു. ശുഭയാത്ര ഒന്ന് എന്തായിരുന്നു? ഒന്ന് ഓർത്തു നോക്കിയേ, നിങ്ങൾക്ക് കിട്ടും. എന്തായിരുന്നു ശുഭയാത്ര? റോഡ് അപകടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള. രണ്ടാമത്തെ ശുഭയാത്ര നമ്മൾ എന്തോ പഠിച്ചേ? വികലാംഗർക്ക് എന്ത് വീൽ ചെയർ നൽകുന്നത്. പിന്നെ കനിവ് പറഞ്ഞു. ഇനി അടുത്തതാണ് സ്വാസ്ഥ്യം. എന്താണ് സ്വാസ്ഥ്യം പദ്ധതി? സംസ്ഥാന ആരോഗ്യ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് 2015 നടപ്പിലാക്കിയ ക്യാൻസർ ബോധവൽക്കരണ പ്രതിരോധ നിയന്ത്രണ പരിപാടിയാണ് സ്വാസ്ഥ്യം. അപ്പൊ സ്വാസ്ഥ്യം സംസ്ഥാന ആരോഗ്യ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് 2015 നടപ്പിലാക്കിയ ക്യാൻസർ ബോധവൽക്കരണ പ്രതിരോധ നിയന്ത്രണ പരിപാടി. വേറൊരു സ്വാസ്ഥ്യമുണ്ട്, അതെന്താണെന്ന് അറിയാമോ? COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനങ്ങൾക്ക് ലഘു വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്വാസ്ഥ്യം. അപ്പൊ രണ്ടെണ്ണം വരും. ഒന്ന്, ജനങ്ങൾക്ക് ലഘു വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയുള്ളത്. രണ്ടാമത്തത് സംസ്ഥാന ആരോഗ്യ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് 2015 നടപ്പിലാക്കിയ ക്യാൻസർ ബോധവൽക്കരണ പ്രതിരോധ നിയന്ത്രണ പരിപാടിയാണ് ഒന്ന്. അപ്പം കൺഫ്യൂസിംഗ് ഫാക്ടിനകത്ത് കനിവ് പറഞ്ഞു, സ്വാസ്ഥ്യം പറഞ്ഞു, ശുഭയാത്ര പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്: രാത്രികാലങ്ങളിൽ രോഗപരിചരണം ആവശ്യമുള്ളവർക്ക് അവർക്ക് അരികിലെത്തി രോഗ ശുശ്രൂഷ നൽകുന്നതിനുള്ള പദ്ധതി ഏത്? രാത്രികാലങ്ങളിൽ രോഗപരിചരണം ആവശ്യമുള്ളവർക്ക് അവർക്ക് അരികിലെത്തി രോഗ ശുശ്രൂഷ നൽകുന്നതിനുള്ള പദ്ധതി. ഓപ്ഷൻ എ പരിരക്ഷ, ഓപ്ഷൻ ബി പാതിരാവിലും പരിരക്ഷ, ഓപ്ഷൻ സി ആരോഗ്യം, ഓപ്ഷൻ ഡി അശ്വമേധം. നമുക്ക് ചിലതൊക്കെ ഈ പേര് വെച്ച് തന്നെ കണ്ടുപിടിക്കാം അല്ലെ. രാത്രികാലങ്ങളിൽ, അപ്പൊ എന്തായിരിക്കും ആ ഓപ്ഷൻസിൽ നിന്ന്? എന്തായിരിക്കും? പാതിരാവിലും പരിരക്ഷ ആയിരിക്കും. ഇങ്ങനെ ഓപ്ഷൻസ് നോക്കി കണ്ടെത്തരുത്. നമ്മളിപ്പം ഓർക്കാൻ വേണ്ടി മാത്രമുള്ള ട്രിക്കാണ് പറയുന്നത്. നമ്മൾ എപ്പം ചെയ്താലും അത് ശരിയാവണമെന്നില്ല. ഓക്കെ, അപ്പം പാതിരാവിലും പരിരക്ഷ. അപ്പം ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ് പാതിരാവിലും പരിരക്ഷ? രാത്രികാലങ്ങളിൽ രോഗപരിചരണം ആവശ്യമുള്ളവർക്ക് അരികിലെത്തി രോഗ ശുശ്രൂഷ നൽകുന്നതിനുള്ള പദ്ധതിയാണ് പാതിരാവിലും പരിരക്ഷ. അപ്പം പാതിരാവിലും പരിരക്ഷ പഠിച്ചല്ലോ. അങ്ങനെയെങ്കിൽ എന്താണ് പരിരക്ഷ? അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്?
പരിരക്ഷയാണ്. എങ്കിൽ പാതിരാവിലും പരിരക്ഷ എന്താണ്? രാത്രി കാലങ്ങളിലും ഈ ശുശ്രൂഷ നൽകുന്നതിനാണ് എന്താ പാതിരാവിലും പരിരക്ഷ. രാത്രി കാലങ്ങളിൽ രോഗപരിചരണം ആവശ്യമുള്ളവർക്ക് അവർക്ക് അരികിലെത്തി രോഗ ശുശ്രൂഷ നൽകുന്നതാണ് പാതിരാവിലും പരിരക്ഷ. ഇനി അടുത്തത് ആരാമം ആരോഗ്യം. എന്താണ് ആരാമം ആരോഗ്യം? ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ആയുഷ് വകുപ്പിന് കീഴിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെ ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് ആരാമം ആരോഗ്യം. ആരാമം ആരോഗ്യം. ആരോഗ്യം വരുമ്പോ എന്ത് ചെയ്യണം? നമ്മൾ കുറെ ഔഷധങ്ങളെല്ലാം അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങളൊക്കെ കഴിക്കണമെന്നൊക്കെ പറയുമല്ലേ ആരോഗ്യത്തിന് വേണ്ടി. അപ്പൊ ആരാമം ആരോഗ്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ട് ആയുഷ് വകുപ്പിന് കീഴിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെ ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് ആരാമം ആരോഗ്യം. ഓക്കെ ആണല്ലോ. അപ്പം പാതിരാവിലും പരിരക്ഷ, പരിരക്ഷ ഓർത്തിരിക്കുക, ആരാമം ആരോഗ്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം ഇതാണ്. കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അപ്പൊ നിങ്ങൾ ആലോചിക്കും, അമൃതം ആരോഗ്യം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് അല്ലെ. LGSന്റെ ഒരു ക്വസ്റ്റ്യനകത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചാണ് അമൃതം ആരോഗ്യം അല്ലെങ്കിൽ അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്താനാണ്. അതിന് ഉത്തരം അമൃതം ആരോഗ്യമായിരുന്നു വരുന്നത്. ഇപ്പൊ ഇവിടെ ഒരു ചോദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇതും. ഇവിടെ ചോദിച്ചിരിക്കുന്ന നേരെ തിരിച്ചാണ്. കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നാണ്. ഓപ്ഷൻ എ 1 നയനാമൃതം, 2 പാദസ്പർശം, 3 ആർദ്രം, 4 സിറം. അപ്പൊ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അമൃതം ആരോഗ്യം ഇതിന് കീഴിലുള്ള ഏതൊക്കെയാണ് പദ്ധതികൾ വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കണ്ടെത്താൻ എളുപ്പമായിരിക്കും. അമൃതം ആരോഗ്യമാണ് പറയുന്നത്. ആരാമം ആരോഗ്യം മറന്നു പോകരുത്. അത് ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആരാമം ആരോഗ്യം ഇവിടെ പറയുന്നത് അമൃതം ആരോഗ്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അമൃതം ആരോഗ്യം. 30 വയസ്സിനുമേൽ പ്രായമായവർക്ക് ജീവിതശൈലി രോഗങ്ങൾക്കായുള്ള സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. 30 വയസ്സിനുമേൽ പ്രായമായവർക്ക് ജീവിതശൈലി രോഗങ്ങൾക്കായുള്ള സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതി അമൃതം ആരോഗ്യം. ഇനി ഇതിന്റെ കീഴിൽ വരുന്ന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് സ്വാസ് അല്ലെങ്കിൽ സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസ്. ഇതിന് കീഴിൽ വരുന്നതാണ് ഏത്? COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഈ ഒരു COPD ചികിത്സിക്കുന്ന പദ്ധതിയാണ് സ്വാസ് അല്ലെങ്കിൽ SWAAS എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തതാണ് IHCI. എന്താണ് IHCI എന്ന് പറയുന്നത്? ഇന്ത്യ ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ഇനിഷ്യേറ്റീവ്. ഇന്ത്യ ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ഇനിഷ്യേറ്റീവ്. അടുത്ത മൂന്നാമത്തെ പദ്ധതിയാണ് നയനാമൃതം. നയനാമൃതം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരോഗ്യം, അമൃതം ആരോഗ്യം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് നാലാമത്തെ പോപ്പുലേഷൻ ബേസ്ഡ് സ്ക്രീനിങ്. പോപ്പുലേഷൻ ബേസ്ഡ് സ്ക്രീനിങ്. അടുത്ത അഞ്ചാമത്തെയാണ് CAPD ക്ലിനിക്സ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. ചിലവ് കുറഞ്ഞതും സൗകര്യപ്രദവുമായ CAPD എന്ന ഡയാലിസിസ് രീതി ഉപയോഗിക്കുന്ന CAPD ക്ലിനിക്കുകൾ ആരംഭിച്ചത് ഈ ഒരു അമൃതം ആരോഗ്യം എന്ന പദ്ധതിയുടെ കീഴിലാണ് എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അടുത്തതാണ് ആറാമത്തതാണ് ഡയബറ്റിക് ഫുഡ് ക്ലിനിക്സ് അല്ലെങ്കിൽ പാദസ്പർശം. എന്താണ് പാദസ്പർശം പദ്ധതി? ഡയബറ്റിസ് കാരണം കാലുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രാഥമിക ഘട്ടങ്ങളിൽ തന്നെ തിരിച്ചറിയാനായി ഡയബറ്റിക് ഫുഡ് ക്ലിനിക്കുകൾ ആരംഭിച്ചു. അതും ഏത് പദ്ധതിയുടെ കീഴിലാണ്? അമൃതം ആരോഗ്യം പദ്ധതിയുടെ കീഴിലാണ്. അടുത്ത ഏഴാമത്തത് ക്യാൻസർ ചികിത്സ. എട്ടാമത്തെ സിറസ് അല്ലെങ്കിൽ സ്ട്രോക്ക് ഐഡന്റിഫിക്കേഷൻ റീഹാബിലേഷൻ അവയർനെസ് ആൻഡ് സ്റ്റെബിലൈസേഷൻ പ്രോഗ്രാം. അതും എന്തിന് കീഴിൽ വന്നിട്ടുള്ളതാണ്? അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ വന്നിട്ടുള്ളതാണ്. അടുത്ത ഒമ്പതാമത്തെയാണ് 360 ഡിഗ്രി മെറ്റബോളിക് സെന്റർ ഫോർ എക്സലൻസ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനായി അമൃതം ആരോഗ്യം പദ്ധതിയുടെ ഭാഗമായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആരംഭിച്ച സെന്റർ ആണ് 360 ഡിഗ്രി മെറ്റബോളിക് സെന്റർ ഫോർ എക്സലൻസ്.
ക്ലിയർ ആയല്ലോ ഇത്രയും പദ്ധതികൾ. അപ്പൊ അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ വരുന്ന 9 പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ആ പേരൊന്ന് ഓർത്തിരിക്കാം. അതിന്റെ കൂടെ പാദസ്പർശം എന്താണ്, അതേപോലെ തന്നെ 360 ഡിഗ്രി മെറ്റബോളിക് സെന്റർ ഫോർ എക്സലൻസ് അതെന്താണ്, എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആരംഭിച്ച ഒരു സെന്റർ ആണ്. അതേപോലെ സ്വാസ് എന്താണ്, CAPD ക്ലിനിക്സ് എന്താണെന്നൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് വരാം. നമ്മുടെ ചോദ്യം ഇതാണ്, കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ ഏതെല്ലാം? ഇതിനകത്ത് ഞാൻ 1, 2, 2, 4 അതൊന്നും ഞാൻ പറയുന്നില്ല. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റിനകത്ത് ഉള്ളതാണ്, പക്ഷെ അതൊന്നും പറയുന്നില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഉത്തരം ഒന്ന് പറയാലോ. ഒന്ന് പറഞ്ഞു നോക്കി ഏതൊക്കെയാണ്? കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതി 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ തടയുവാൻ വേണ്ടിയുള്ളത്. ഏതാണത്? 1 നയനാമൃതം അതിനകത്ത് വരുന്നതാണ്. 2 പാദസ്പർശം അതിനകത്ത് വരുന്നതാണ് അല്ലെ. 3 ആർദ്രം അതിനകത്ത് വരുന്നതാണോ? അല്ല. സിറസ് അതിനകത്ത് വരുന്നതാണ് അല്ലെ. അപ്പം 1, 2, 4 ഈ ഓപ്ഷൻസിനകത്ത് 1, 2, 4 ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി 1, 2, 4 എന്താണ്? ശരിയായിട്ടുള്ള ഉത്തരങ്ങളാണ്. അപ്പൊ അമൃതം ആരോഗ്യം എന്താണ്? 30 വയസ്സിനുമേൽ പ്രായമായവർക്ക് ജീവിതശൈലി രോഗങ്ങൾക്കായുള്ള സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം പദ്ധതി. അങ്ങനെയെങ്കിൽ എന്താണ് കിഡ്സ് KIDS കാസർഗോഡ് ഇനിഷ്യേറ്റീവ് ഫോർ ഡയാലിസിസ് സപ്പോർട്ട്? എന്താണ് കിഡ്സ് എന്ന് പറയുന്നത്? ആ പേരിനകത്ത് തന്നെ ഉണ്ട് അല്ലെ, കാസർഗോഡ് ഇനിഷ്യേറ്റീവ്. കാസർഗോഡ് ജില്ലയിലെ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർധരരായ വൃക്ക രോഗികൾക്കായി സൗജന്യ ഡയാലിസിസ് ചികിത്സ ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് KIDS അല്ലെങ്കിൽ കിഡ്സ്. അത് ഓർത്തിരുന്നോണം. ഡയാലിസിസ്, D ഫോർ ഡയാലിസിസ് ആണെന്ന് ഓർത്തിരിക്കുക. ഇതിന്റെ എക്സ്പാൻഡഡ് ഫോമും ഒന്ന് ഓർത്തിരിക്കുക. എക്സ്പാൻഡഡ് ഫോം ചിലപ്പം ചോദിക്കാം. അടുത്തത് SOTTO എന്താണ്? സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. അപ്പൊ ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ആയിരിക്കുമല്ലോ അവിടെ നടക്കുന്നത്. മരണശേഷവും ജീവിച്ചിരിക്കുമ്പോഴും നടത്തുന്ന അവയവദാനങ്ങൾ ഒരു കുടക്കീഴിലാക്കാൻ രൂപീകരിച്ച സൊസൈറ്റിയാണ് എന്ത്? സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. മരണശേഷവും ജീവിച്ചിരിക്കുമ്പോഴും നടത്തുന്ന അവയവദാനങ്ങൾ ഒരു കുടക്കീഴിലാക്കാൻ രൂപീകരിച്ച സൊസൈറ്റിയാണ് സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. ക്ലിയർ ആയല്ലോ. അപ്പം കിഡ്സും ഓർത്തിരിക്കാം, സോട്ടോ ഓർത്തിരിക്കാം. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി. ഓപ്ഷൻസ് ഒന്നും വായിക്കാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നവകേരള മിഷനുമായി ബന്ധപ്പെട്ട പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ കാരുണ്യ, ഓപ്ഷൻ ബി ആർദ്രം, ഓപ്ഷൻ സി താലോലം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഏത് പദ്ധതിയാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ, ആർദ്രം പദ്ധതിയാണ്. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി. അപ്പൊ എന്താണ് നവകേരള പദ്ധതി അല്ലെങ്കിൽ നവകേരളം പദ്ധതി എന്ന് പറയുന്നത്? കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്ര ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ സമഗ്ര വികസന പദ്ധതിയാണ് നവകേരള മിഷൻ അല്ലെങ്കിൽ നവകേരള പദ്ധതി എന്ന് പറയുന്നത്. നവകേരള പദ്ധതി, നവകേരള മിഷൻ ക്ലിയർ ആയല്ലോ. ഇനി ഈ നവകേരള മിഷൻ നമ്മൾക്ക് അറിയാം എന്നാണ് ആരംഭിച്ചതെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇനി ആർദ്രം പദ്ധതി ആരംഭിച്ചത് എന്നാണ്? അത് 2017 ഫെബ്രുവരിയിലാണ്. ഈ നവകേരള മിഷന്റെ കീഴിൽ വന്ന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ആർദ്രം പദ്ധതി, രണ്ടാമത്തത് ലൈഫ് പദ്ധതി, മൂന്നാമത്തെ ഹരിത കേരളം, നാലാമത്തത് വിദ്യാഭ്യാസ യജ്ഞം അല്ലെ, പൊതുവിദ്യാഭ്യാസ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഇത്രയും പദ്ധതികളാണ് ഈ ഒരു നവകേരള മിഷന്റെ താഴെ വന്ന പദ്ധതികൾ. അപ്പൊ നവകേരള മിഷൻ എന്താണെന്ന് ക്ലിയർ ആയി. കേരള സംസ്ഥാനത്തിന്റെ വജ്ര ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ സമഗ്ര വികസന പദ്ധതിയാണ് നവകേരള മിഷൻ. നവകേരള മിഷന് കീഴിൽ വരുന്ന പദ്ധതിയാണ് ഒന്ന് ലൈഫ് പദ്ധതി, രണ്ടാമത്തത് ആർദ്രം പദ്ധതി, മൂന്നാമത്തത് ഹരിത കേരളം, നാലാമത്തത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം.
അപ്പം ആർദ്രം പദ്ധതി എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ്? സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള മിഷന്റെ പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ആർദ്രം പദ്ധതി ആരംഭിച്ചത് 2017 അല്ലെ, 2017 ഫെബ്രുവരിയിലാണ്. ഇനി നവകേരള മിഷൻ എന്നായിരുന്നു ഉദ്ഘാടനം ചെയ്തത്? 2016 നവംബർ 10-നാണ്. 2016 നവംബർ 10-ന് പി സദാശിവം ആണ് നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് എന്ന് ഓർത്തിരിക്കുക. ഇനി ലൈഫ് പദ്ധതി എന്താണ്? ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുന്നതാണ് ലൈഫ് പദ്ധതി. ഹരിത കേരളം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് വരുന്നത്? അതിനകത്ത് വെള്ളത്തിന്റെ സംരക്ഷണം, ജലസംരക്ഷണം, ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാർഷികവും കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഹരിത കേരളം. പിന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ? പഠന നേട്ടങ്ങൾക്ക് മുൻകൂട്ട് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അവയെ മുന്നോട്ട് നിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ സമഗ്ര വികസനം നോക്കുന്നതാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം നടത്തുന്നതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അപ്പൊ ഇത്രയും പാർട്ടുകൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നാ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ജനസൗഹൃദ ഔട്ട്ലെറ്റ് പേഷ്യന്റ് സേവനം, ഓപ്ഷൻ ബി അപകട പരിചരണം, ഓപ്ഷൻ സി പ്രസവ പരിചരണം, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല. ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം, ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വിട്ടുകളയരുത്, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം, നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഒന്ന് നോക്കിയേ. ഒന്ന്, ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ, ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ. രണ്ട്, PHC-കളെ HFC-കളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക. നാലാമത്തത്, പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ദുർബലരായ ജനങ്ങളിലേക്ക് സമഗ്രമായ ആരോഗ്യ സേവനങ്ങളിലേക്കുള്ള പ്രവേശനം നൽകുക. അടുത്ത, പ്രാഥമിക പരിചരണ ക്രമീകരണങ്ങളിൽ നിന്ന് തൃതീയ ക്രമീകരണങ്ങളിലേക്കുള്ള സേവനങ്ങളുടെ സ്റ്റാൻഡേർഡൈസേഷൻ എന്നിവയെല്ലാമാണ് ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പൊ ഇതിനകത്ത് ഉത്തരം ഏതാണ്? അപകട പരിചരണമാണോ? അല്ല. പ്രസവ പരിചരണമാണോ? അല്ല. ഏതാണ്? ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനമാണ്. അപ്പം ആർദ്രം മിഷൻ എന്താണെന്ന് ഓർത്തിരിക്കുക, അതിന്റെ ലക്ഷ്യങ്ങൾ ഓർത്തിരിക്കുക. അതെന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 2017 ഫെബ്രുവരിയിൽ പിണറായി വിജയനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി. ഓപ്ഷൻ എ സ്വാന്തനം, ഓപ്ഷൻ ബി വിമുക്തി, ഓപ്ഷൻ സി അമൃതം, ഓപ്ഷൻ ഡി സുകൃതം. സുകൃതം. ഒരാളെ പരിചരിക്കണമെങ്കിൽ അതെന്താണ്? ഒരു സുകൃതമാണ് അല്ലെ? അപ്പം കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി എന്താണ്? സുകൃതം. ഓപ്ഷൻ ഡി സുകൃതമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി മറക്കരുത്. ഏതാണ്? സുകൃതമാണ്. ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് അറിയാമോ? മമ്മൂട്ടിയാണ് കേട്ടോ. സുകൃതത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. അങ്ങനെയെങ്കിൽ എന്താണ് വിമുക്തി എന്ന് പറയുന്നത്? വിമുക്തി എന്തിൽ നിന്ന് വിമുക്തിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്? ലഹരിയിൽ നിന്നുള്ള വിമുക്തിക്കാണ് നമ്മളെല്ലാം മുൻഗണന കൊടുക്കുന്നത് അല്ലെ? സ്കൂളുകളിലായാലും അല്ലാതായാലും എല്ലാം എന്താണ്? ലഹരിയിൽ നിന്നുള്ള വിമുക്തി. അപ്പൊ വിമുക്തി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലഹരിയുമായിട്ടാണ്. കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? വിമുക്തി. കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി. ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് അറിയാമോ? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അപ്പം സുകൃതം നമ്മൾ പഠിച്ചു എന്ത്? സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ്. വിമുക്തി എന്താണ്? കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി വിമുക്തി. വിമുക്തി. അടുത്ത ചോദ്യം ഇതാണ്. മിഷൻ 2020 താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതെല്ലാം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, പഠിച്ചു വെച്ചോണം. മിഷൻ 2020 താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ബ്ലൈൻഡ്നസ്, ഓപ്ഷൻ ബി ഡഫ്നെസ്, ഓപ്ഷൻ സി മെന്റൽ ഇൽനസ്, ഓപ്ഷൻ ഡി COVID-19. അറിയാം, വിഷൻ 2020. വിഷൻ ആ പേരിനകത്ത് തന്നെ ഉണ്ട്. വിഷൻ എന്തുവാ? കാണുകയാണ് അല്ലെ? അപ്പൊ കണ്ടില്ലെങ്കിൽ അതെന്താണ്? ബ്ലൈൻഡ്നസ് ആണ്. അപ്പൊ മിഷൻ 2020 താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ബ്ലൈൻഡ്നസ്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അന്ധത അല്ലെങ്കിൽ ബ്ലൈൻഡ്നസ്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മളുടെ ഈ ഒരു LGS എക്സാമിനകത്ത് ചോദിച്ചത്.
വയോമിത്രം അല്ലെ? വയോമിത്രം പദ്ധതി. വയോമിത്രം പദ്ധതി എന്താണെന്ന് ഓർത്തിരുന്നോണെ. വയോമിത്രം പദ്ധതി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൂടാന്നൊന്നും നമുക്കില്ല, അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാംസിനും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്താണ് വയോമിത്രം പദ്ധതി? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം പദ്ധതി എന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് വയോമിത്രം പദ്ധതി. ഇത് പറഞ്ഞതിന്റെ കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അങ്ങനെയെങ്കിൽ നോക്ക്, ഇവിടെ നമ്മൾ പറഞ്ഞു ബ്ലൈൻഡ്നെസ് അല്ലെ, വിഷൻ 2020 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിഷൻ 2020 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്ലൈൻഡ്നെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മിഴി എന്താണ്? മിഴി എന്ന് പറയുന്നത് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്കായി സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് മിഴി പദ്ധതി. മിഴി എപ്പോഴും മിഴി തുറന്നു വെക്കേണ്ടത് എവിടാണ്? നമ്മൾ പഠിക്കുമ്പോഴാണ് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മിഴി തുറന്നിരിക്കും. അപ്പൊ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. എന്തായിരിക്കും? എയ്ഡഡ് സ്കൂളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതി ഏതാണ്? മിഴി പദ്ധതി. ഏതാണ്? മിഴി. അടുത്തതാണ് ആശ്വാസ്. എന്താണ് ആശ്വാസ് പദ്ധതി? വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ ലഭ്യമാക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് ആശ്വാസ് പദ്ധതി. ആശ്വാസ് പദ്ധതി മറന്നു പോവല്ലേ. വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി ആശ്വാസ് പദ്ധതി. ആശ്വാസ്. അടുത്തതാണ് കാഴ്ച. കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ കാഴ്ച വെല്ലുവിളി നേരിടുന്ന യുവതീ യുവാക്കൾക്ക് സ്മാർട്ട് ഫോൺ നൽകുന്ന പദ്ധതി അല്ലേ? എപ്പോഴും വഴക്ക് പറച്ചില്ല, ഫോണില എന്നും പറഞ്ഞുകൊണ്ട്. ഫോണിൽ നമുക്കൊരു തലവേദന വന്നാലും പറയുന്നത് ഫോണിൽ നോക്കിയിട്ടാ നിനക്ക് തലവേദന വന്നല്ലേ. അപ്പം ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫോണിൽ കൂടുതൽ നേരം നോക്കി എന്ത് സംഭവിക്കും? നമ്മുടെ കാഴ്ച പോകുന്നാ പറയുന്നത് അല്ലെ. അപ്പം കാഴ്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് സ്മാർട്ട് ഫോൺ. എന്ത്? യുവതി യുവാക്കൾ. അങ്ങനെ ഓർത്തു വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുമല്ലോ. എന്താ? കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ കാഴ്ച വെല്ലുവിളി നേരിടുന്ന യുവതി യുവാക്കൾക്ക് സ്മാർട്ട് ഫോൺ നൽകുന്ന പദ്ധതി. കുറച്ചുകൂടെ ഫോണിൽ കളിക്കാനല്ലേ സ്മാർട്ട് ഫോൺ നൽകുന്ന പദ്ധതി. ഇത് നമ്മൾ വെറും തമാശയായിട്ട് എടുക്കുക, നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഓക്കെ, അപ്പം കാഴ്ച ഓർത്തു വെക്കാലോ. അടുത്ത പദ്ധതിയാണ് സ്മൃതി പദം. എന്താണ് സ്മൃതി പദം പദ്ധതി? ഡിമെൻഷ്യ ബാധിതരെ പരിപാലിക്കുന്നതിനും സമൂഹത്തിൽ ഈ വിഷയത്തിന് വേണ്ട ബോധവൽക്കരണം നടത്തുന്നതിനും കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് മുഖേന നടപ്പിലാക്കിയ പദ്ധതിയാണ്. ബുദ്ധിഭ്രംശമാണ് ഈ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഡിമെൻഷ്യ ബാധിതരെ പരിപാലിക്കുന്നതും സമൂഹത്തിന് ഈ വിഷയത്തിന് വേണ്ട ബോധവൽക്കരണം അല്ലേ. എല്ലാവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലോകമല്ല, അല്ലെങ്കിൽ ആ ഒരു ഇതല്ല നമ്മുടെ ഇപ്പോഴത്തെ സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി അവരെ ബോധവൽക്കരിക്കാം. അതിനുവേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് മുഖേന നടക്കുന്ന പദ്ധതിയാണ് സ്മൃതി പദം. സ്മൃതി പദം. അടുത്ത നോക്കൂ, അടുത്ത ചോദ്യം ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അശ്വമേധം പ്രചാരണം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം പ്രചാരണം എന്തുമായിട്ടാ? ഓപ്ഷൻ എ ക്യാൻസർ രോഗം, ഓപ്ഷൻ ബി 5-ാം പനി, ഓപ്ഷൻ സി ക്ഷയം, ഓപ്ഷൻ ഡി കുഷ്ഠം. അശ്വമേധം എല്ലാവർക്കും അറിയാം, ഒരിടയ്ക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് മാറ്റാൻ വേണ്ടിയാണ് ഒരുപാട് പേര് പരിശ്രമിച്ചത് അല്ലേ. അപ്പൊ എന്താണ് അശ്വമേധം പ്രചാരണം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി കുഷ്ഠവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അശ്വമേധം പ്രചാരണം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം. അടുത്ത ചോദ്യം ഇതാണ്, അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിയാണ്. കുഷ്ഠത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന്? പൂർണ്ണമായും കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുക. നമുക്കറിയാം ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. അടുത്തയാണ് എൽസ, ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. ഇതിന്റെ ഫുൾ ഫോം പഠിച്ചാൽ തന്നെ നമുക്ക് അതിനകത്തുനിന്ന് കാര്യം കിട്ടും. എൽസ എന്താണ്? കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണിത്. അടുത്ത എന്റെ ക്ഷയരോഗമുക്ത കേരളം എന്താണ്? ക്ഷയരോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുക അല്ലെ. 2025 ക്ഷയരോഗ നിവാരണം എന്ന ലക്ഷ്യത്തിൽ എത്താൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്റെ ക്ഷയരോഗമുക്ത കേരളം. അപ്പൊ അശ്വമേധവും എൽസയും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്റെ ക്ഷയരോഗമുക്ത കേരളം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറന്നു പോവല്ലേ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, കാസ്പ് വിപുലീകരിക്കുക അല്ലെങ്കിൽ KASP വിപുലീകരിക്കുക. ഓപ്ഷൻ എ കേരള ആരോഗ്യ സുരക്ഷാ പദ്ധതി,
ഓപ്ഷൻ ബി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, ഓപ്ഷൻ സി കേരള ആരോഗ്യ സേവന പദ്ധതി, ഓപ്ഷൻ ഡി കാരുണ്യ ആരോഗ്യ സേവന പദ്ധതി. KASP. എന്താണ് KASP എന്ന് പറയുന്നത്? ഒന്നുമല്ല, ഓപ്ഷൻ ബി ആണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് കാസ്പ് അല്ലെങ്കിൽ KASP എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. എന്താണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്? സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷയായി നൽകുന്ന പദ്ധതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പ്രതിലക്ഷം 5 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷയായിട്ട് നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് KASP അല്ലെങ്കിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. മറന്നു പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏതാണ്? KASP ആണ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. ഈ ഒരു പദ്ധതിയിലൂടെ വൃക്കരോഗം, ഹൃദ്രോഗം, പാലിയേറ്റീവ് കെയർ, കരൾ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ധനസഹായം ലഭിക്കുന്നു. അപ്പൊ എന്താ കാസ്പ് അല്ലെങ്കിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്? സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് കാസ്പ്. കാസ്പ് പഠിച്ചോ അല്ലെങ്കിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പഠിച്ചല്ലോ. അങ്ങനെയെങ്കിൽ ഈ പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റ് പദ്ധതികൾ ഏതൊക്കെയാണെന്നാ നമ്മൾ മുമ്പേ ഒരു ചോദ്യം ഇതേപോലെ പഠിച്ചായിരുന്നു അല്ലെ? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് എഴുതണമല്ലോ. അങ്ങനെയെങ്കിൽ ഒന്നാമത്തേതാണ് RSBY അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. രണ്ടാമത്തത് CHIS കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. മൂന്നാമത്തതാണ് SCHIS സീനിയർ സിറ്റിസൺ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. അടുത്തത് കാരുണ്യ ബിനോവന്റ് ഫണ്ട് KBF. ഇത് AK ആന്റണിയാണ് ഉദ്ഘാടനം ചെയ്തത്. എന്നാണെന്ന് അറിയാമോ? 2012 ഫെബ്രുവരി 26 ഉദ്ഘാടനം ചെയ്തത്. അടുത്ത അഞ്ചാമത്താണ് PMJAY. എന്താണ്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഇതെല്ലാം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? നമ്മളിപ്പം പറഞ്ഞു എന്തുമായിട്ടാ? കാസ്പ് അല്ലെങ്കിൽ കേരള കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാസ്പ് അല്ലെങ്കിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ 5 പദ്ധതികളും. ആ പദ്ധതികൾക്ക് കീഴിൽ വരുന്നതാണ് കേരള കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ വരുന്ന മറ്റു പദ്ധതികളാണ് ഈ 5 പദ്ധതികൾ. ഓർത്തിരുന്നോണം. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തതാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്ന ആർക്കാണ്? നമ്മൾ പറഞ്ഞു നിർധനരായ കുടുംബങ്ങൾക്കാണ്. അപ്പോൾ BPL കുടുംബങ്ങൾക്കും പ്രതിവർഷം 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള APL കുടുംബങ്ങൾക്കുമാണ് ഈ ഒരു ധനസഹായം ലഭിക്കുന്നത്. പദ്ധതിക്ക് വേണ്ടുന്ന പണം ലഭിക്കുന്നത് എവിടുന്നാന്ന് അറിയാമോ? ആ പേരിനകത്ത് തന്നെ ഉണ്ട്. എന്താണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അപ്പൊ എവിടെ നിന്നാണ്? കാരുണ്യ ലോട്ടറിയിലൂടെയാണ് അല്ലെങ്കിൽ കാരുണ്യ ഭാഗ്യക്കുറിയിലൂടെയാണ് പദ്ധതിക്ക് വേണ്ട പണം സ്വരൂപിക്കുന്നത്. ക്ലിയർ ആയോ? കാസ്പ് അല്ലെങ്കിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ക്ലിയർ ആയല്ലോ. അപ്പം ഓർത്തിരുന്നോളെ ഇത്രയും കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യമാണ് കർസാപ്പ് അല്ലെങ്കിൽ കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടതെന്ന്. കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ മുമ്പ് നമ്മൾ പഠിച്ചത് എന്താണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. കാസ്പ് അല്ലെങ്കിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണെന്ന് ഓർത്തിരിക്കുക. ഇതെന്താണ്? കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ ആണ്. ഈ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത് എന്ന്. ഓപ്ഷൻ എ 2018 നവംബർ, ഓപ്ഷൻ ബി 2018 ഒക്ടോബർ, ഓപ്ഷൻ സി 2016 ജൂൺ, ഓപ്ഷൻ ഡി 2016 മാർച്ച്. എന്നാണെന്നറിയാമോ? 2018 ഒക്ടോബറിലാണ്. അപ്പൊ എന്താണ് കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന് നമുക്ക് നോക്കാം. രോഗകാരികളായ എന്ത് ആന്റി മൈക്രോബിയൽ ആണ് അല്ലെ? മൈക്രോബിയൽ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതിയാണിത്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതി. ആ പേരിനകത്ത് തന്നെ ഉണ്ട്. ഓർക്കാൻ മറ്റൊന്നും വേണ്ട, നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കും. അത് ഉദ്ഘാടനം ചെയ്ത് അല്ലെങ്കിൽ ആരംഭിച്ചത് നടപ്പിലാക്കിയത് എന്നാണ്? 2018 ഒക്ടോബറിലാണ്.
ഈ കർമ്മ പദ്ധതി ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ ആദ്യമായി നടപ്പിൽ വരുത്തിയത് എവിടാണെന്ന് അറിയാമോ? നമ്മുടെ കേരളത്തിലാണ്. അപ്പൊ ഈ കർമ്മ പദ്ധതി ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളൂ, മറന്നു പോവല്ലേ, പഠിച്ചോണേ. WHO സൂക്ഷ്മജീവികളുടെ അതിജീവന ശേഷിയെ ഒരു ആഗോള ആരോഗ്യ പ്രതിസന്ധിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് കേരളം ഈ പദ്ധതി നടപ്പിലാക്കിയത്. WHO സഹകരണത്തോടെ ആരോഗ്യ, മൃഗസംരക്ഷണം, ഫിഷറീസ്, കൃഷി, പരിസ്ഥിതി എന്നീ വകുപ്പുകളെ ഏകോപിപ്പിച്ചാണ് ഈ ഒരു കർമ്മ പദ്ധതി നടപ്പിലാക്കിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നാണ് നാടിന് സമർപ്പിക്കപ്പെട്ടത്. 2018 ഒക്ടോബർ. ദക്ഷിണ പൂർവേഷ്യൻ ആദ്യമായി ഇത് നടപ്പിലാക്കിയത് കേരളത്തിലാണ്. എന്താണ്? രോഗകാരികളായ അല്ലെങ്കിൽ രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനത്തിനെതിരെ പോരാടാൻ വേണ്ടി ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതിയായിരുന്നു കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നോണെ, ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി. ഓപ്ഷൻ എ അമൃതം ആരോഗ്യം, ഓപ്ഷൻ ബി മൃതസഞ്ജീവനി, ഓപ്ഷൻ സി ഹൃദയം, ഓപ്ഷൻ ഡി ആർദ്രം. നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഉത്തരം പെട്ടെന്ന് കണ്ടെത്താം, കാരണം നമ്മൾ ബാക്കിയെല്ലാം ഇതിൽ പഠിച്ചതാണ്. അമൃതം ആരോഗ്യം നമ്മൾ പഠിച്ചു. എന്തായിരുന്നു അമൃതം ആരോഗ്യം? പറഞ്ഞ എന്തായിരുന്നു? ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞു. മൃതസഞ്ജീവനി പറഞ്ഞു എന്താ? മരണശേഷമുള്ള അവയവദാനം നമ്മൾ പറഞ്ഞു. ആർദ്രം നമ്മൾ പറഞ്ഞു നവകേരള മിഷനുമായി ബന്ധപ്പെട്ട പദ്ധതി. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് മറന്നു പോവാതിരിക്കാനാണ്. ഇനി ഹൃദയ സംബന്ധം, ഹൃദയം, ഹൃദ്യം, ഹൃദയം, ഹൃദ്യം ഓർത്തു വെക്കാൻ എളുപ്പമാണല്ലോ. അപ്പൊ ഹൃദ്യമാണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ് ഹൃദ്യം പദ്ധതി? ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഹൃദ്യം എന്ന് പറയുന്നത്. ഹൃദ്യം. അപ്പൊ നോക്കി, 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ദേശീയ ആരോഗ്യ മിഷന്റെ ഭാഗമായ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ദേശീയ ആരോഗ്യ മിഷന്റെ പദ്ധതി. ദേശീയ ആരോഗ്യ മിഷന്റെ പദ്ധതിയാണ് എന്ത്? ഹൃദ്യം എന്ന് പറയുന്നത്. അപ്പൊ ആരോഗ്യ കിരണമുണ്ട്. ആരോഗ്യ കിരണം എന്താണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ആരോഗ്യ കിരണം. ഇവിടെ പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യം ഉള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ദേശീയ ആരോഗ്യ മിഷന്റെ ഭാഗമായ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. നമ്മൾ ആരോഗ്യ കിരണമാണ് അല്ലാതെ പറഞ്ഞത്, സൗജന്യ ആരോഗ്യ കിരണം. എന്താണ് ആരോഗ്യ കിരണം എന്ന് പറയുന്നത്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ചികിത്സാ പദ്ധതി. ഇനി ഹൃദ്യം പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 2017 2017 ഹൃദ്യം പദ്ധതി ആരംഭിച്ചത്. രാജ്യത്ത് ആദ്യമായാണ് വെബ് രജിസ്ട്രേഷൻ ഉപയോഗിച്ച് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ സംവിധാനം നടത്തുന്നതെന്ന് പ്രത്യേകതയുണ്ട് ഈ ഹൃദ്യം പദ്ധതിക്ക്. അപ്പൊ ഹൃദ്യം പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്താണ്? രാജ്യത്ത് ആദ്യമായിട്ടാണ് വെബ് രജിസ്ട്രേഷൻ ഉപയോഗിച്ച് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ സംവിധാനം നടക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഹൃദ്യം പദ്ധതി ഓർത്തോണെ. ഹൃദ്യം ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തതാണ് നയനാമൃതം. എന്താണ് നയനാമൃതം? പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിന്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യം ഇട്ടുകൊണ്ട് കേരള സർക്കാരിന്റെയും ഓർണേറ്റ് ഇന്ത്യ UK-യുടെയും സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം. നയനാമൃതം എന്ന് പറയുമ്പോൾ പ്രമേഹജന്യമായ നേത്രപടല രോഗം. നമ്മൾ ഓർത്തോണം. മിഴി നമ്മൾ പഠിച്ചു, വിഷൻ 2020 നമ്മൾ പഠിച്ചു. ഇതുമായിട്ടൊന്നും ഇത് കമ്പയർ ചെയ്തില്ല. നയനാമൃതം എന്താണ്? പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിന്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാരിന്റെ ഓർണേറ്റിന്റെയും UK-യുടെയും സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതി നയനാമൃതം. നയനാമൃതം. അമൃതം മധുരം കൂടുതൽ കഴിക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? പ്രമേഹം വരുന്നത് അല്ലെ? അപ്പൊ നയനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അമൃതം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മധുരം അല്ലെങ്കിൽ പ്രമേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഓർത്താൽ മതി. നയനാമൃതം എന്താണ്? പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിന്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന പദ്ധതി. അടുത്താണ് സ്പെക്ട്രം. എന്താണ് സ്പെക്ട്രം?
ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. മറന്നുപോവല്ലേ, സ്പെക്ട്രം. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി സ്പെക്ട്രം പദ്ധതി. അടുത്തതാണ് ആരോഗ്യ കിരണം പദ്ധതി. ആരോഗ്യ കിരണം പദ്ധതി നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ആരോഗ്യ കിരണം പദ്ധതി എന്താണ്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ദേശീയ ശിശുജനാരോഗ്യ പദ്ധതിയുടെ കീഴിൽ വരാത്ത അപകടങ്ങൾ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി. ഓർക്കാൻ എളുപ്പമാണ്. ആരോഗ്യകരണം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ചികിത്സാ പദ്ധതി. എങ്ങനെയാണ്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ദേശീയ ശിശുജനാരോഗ്യ പദ്ധതിയിൽ കീഴിൽ വരാത്ത അപകടങ്ങൾ ഉൾപ്പെടെ അസുഖങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ്. 2022 നവംബർ 1 മുതൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴിയാണ് ആരോഗ്യ കിരണം പദ്ധതി നടപ്പിലാക്കിയത്. അടുത്തതാണ് ആശ്വാസകിരണം. ആരോഗ്യകിരണം നമ്മൾ പറഞ്ഞു 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ആശ്വാസകിരണം എന്താണ്? മുഴുവൻ സമയ പരിചരണം ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം തോറും ധനസഹായം നൽകുന്ന പദ്ധതി. നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു ആശ്വാസകിരണം പദ്ധതിയുടെ ഉപഭോക്താക്കൾ ആരാണ്? രോഗിയെ പരിചരിക്കുന്നവർ. രോഗിക്ക് എന്താണ് വേണ്ടുന്നത്? ആശ്വാസമാണ് വേണ്ടത് അല്ലെ? അപ്പൊ ആശ്വാസകിരണം നൽകുന്നത് എങ്ങനെയാണ്? മുഴുവൻ സമയ പരിചരണം ആവശ്യമുള്ള രോഗികളെ, ശൗര്യാലംബരായ രോഗികളെ എന്നൊക്കെ നമ്മൾ പഠിച്ചു. ആവശ്യമുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം തോറും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. ആരോഗ്യകിരണം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സൗജന്യ ചികിത്സാ പദ്ധതി. തിരിഞ്ഞു പോവല്ലേ, ഓർത്തു വെച്ചോണേ. അടുത്ത ചോദ്യമാണ്, സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടി. ഓപ്ഷൻ എ പരിരക്ഷ, ഓപ്ഷൻ ബി വി മിഷൻ, ഓപ്ഷൻ സി വിവ കേരളം, ഓപ്ഷൻ ഡി ആരോഗ്യ കേരളം. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. നമുക്കറിയാം ഇതിനകത്ത് പരിരക്ഷ നമ്മൾ പഠിച്ചു. പരിരക്ഷ അല്ല എന്ന് നമുക്കറിയാം അല്ലെ? ഏതാണ്? വിവ കേരളമാണ്. ഓപ്ഷൻ സി ആണ്, വിവ കേരളമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ എന്താണ് വിവ കേരളം? മിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്, അങ്ങനെ ഓർത്താൽ മതി. വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്, അതാണ് മിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. വിളർച്ച എന്താണ്? അനീമിയാണ് അല്ലെ? അപ്പൊ അത് വെച്ച് പഠിക്കാലോ. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായ പദ്ധതി ഏതാണ്? വിവ കേരളമാണ്. വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ വിപുലമായ പ്രചാരണ പരിപാടിയാണ് വിവ കേരളം. അത് ഉദ്ഘാടനം ചെയ്ത് 2023 ഫെബ്രുവരി 18 പിണറായി വിജയനാണ്. 2023 ഫെബ്രുവരി 18 ഉദ്ഘാടനം. പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ ആർദ്രം പദ്ധതി പറഞ്ഞായിരുന്നു അല്ലെ? അപ്പൊ ആർദ്രം പദ്ധതിയുടെ ആപ്തവാക്യം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് ആണ്. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് ആണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇത് പറഞ്ഞപ്പോൾ ഒന്ന് ഓർത്തന്നേ ഉള്ളൂ, അന്നേരം ഒന്ന് ഓർത്തിരുന്നോളാം. അപ്പൊ വിവ കേരളം പഠിച്ചല്ലോ. എന്താണ്? അനീമിയെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോട് വന്നതാണ് വിവ കേരളം. 15നും 59നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും മിളർച്ച പരിശോധന, ചികിത്സ, അവബോധം എന്നിവ ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണ് വിവ കേരളം. എല്ലാ സ്ഥാപനങ്ങൾക്കും സ്ട്രിപ്പുകൾ സഹിതം ഹീമോഗ്ലോബിനോമീറ്റർ നൽകുന്നുണ്ട്. കേരള സർക്കാരിന്റെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ചോദ്യമാണ്. വിവ കേരളം ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് ഏതാണ്? വിവ കേരളം ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് ഏതാണ്? പത്തനംതിട്ടയിലെ മൈലപ്രയാണ്. വിവ കേരളം ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് ചോദിച്ചാൽ പത്തനംതിട്ടയിലെ മൈലപ്രയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക്, അടുത്ത മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2023 ചോദിച്ച ഒരു ചോദ്യമാണിത്. മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ എ വിവ കേരളം, ഓപ്ഷൻ ബി വൺ ഹെൽത്ത്, ഓപ്ഷൻ സി വി മിഷൻ, ഓപ്ഷൻ ഡി പരിരക്ഷ. നമുക്കറിയാം വിവ കേരളം അല്ലെന്നറിയാം, പരിരക്ഷ അല്ലെന്നറിയാം, വി മിഷൻ അല്ലെന്നറിയാം, പിന്നെ ഏതാണ്?
ഓപ്ഷൻ ബി വൺ ഹെൽത്ത്. അതിൽ നിന്ന് ഓർത്തിരിക്കാം, എല്ലാം ഒന്നാണ്, എല്ലാം ഒന്ന്, എല്ലാവരുടെയും ആരോഗ്യം ഒരുപോലെ സംരക്ഷിക്കണം അല്ലെ, എല്ലാവരുടെയും ആരോഗ്യം ഒരുപോലെ സംരക്ഷിക്കണം. അപ്പൊ വൺ ഹെൽത്ത്, വൺ ഹെൽത്ത് അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പൊ എന്താ വൺ ഹെൽത്ത് എന്ന് പറയുന്നത്? മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വൺ ഹെൽത്ത് പദ്ധതി. വൺ ഹെൽത്ത് ഇനി മറന്നു പോകത്തില്ലല്ലോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വൺ ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വൺ ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളം. കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു പദ്ധതികളൊക്കെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ പറയാം, പക്ഷെ അതെല്ലാം പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. നമ്മളിപ്പോൾ ആരോഗ്യക്ഷേമ പദ്ധതികൾ മാത്രം പഠിച്ചു പോയാൽ മതി, അത് ക്ലിയർ ആയിട്ട് അങ്ങ് പഠിക്കാം. ഓക്കെ, അപ്പം വൺ ഹെൽത്ത് ക്ലിയർ ആയല്ലോ. വൺ ഹെൽത്ത് ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. അടുത്ത എന്താണ് അപ്പോൾ സമ്പുഷ്ട കേരളം? സ്ത്രീകളിലെയും കുട്ടികളിലെയും പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി നാഷണൽ ന്യൂട്രീഷന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി. നമുക്കറിയാം, സംസ്ഥാന വനിതാ ശിശു വകുപ്പ് ആകുമ്പോൾ അവിടെ എന്തൊക്കെയാണ് വരുന്നത്? സ്ത്രീകളും കുട്ടികളുമായിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ സ്ത്രീകളുടെയും കുട്ടികളുടെയും സമ്പുഷ്ടം നമ്മൾ പറയുമ്പോഴേ എന്താണ് വരുന്നത്? ആഹാരം അല്ലെ, സമ്പുഷ്ടാഹാരം. സമ്പുഷ്ടാഹാരം ആകുമ്പോൾ അതിനകത്ത് എന്ത് വേണം? പോഷകക്കുറവ് വരാൻ പാടില്ല. അപ്പൊ സ്ത്രീകളിലെയും കുട്ടികളിലെയും പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി നാഷണൽ ന്യൂട്രീഷന്റെ ഭാഗമായിട്ട് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണേത്? സമ്പുഷ്ട കേരളം എന്ന് പറയുന്നത്. മറക്കത്തില്ലല്ലോ സമ്പുഷ്ട കേരളം. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ഒരു ചോദ്യമാണ്, അടുത്ത ചോദ്യം ഇതാണ്. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ഉഷസ്, ഓപ്ഷൻ ബി ആശാകിരണം, ഓപ്ഷൻ സി സ്നേഹസ്വാന്തനം, ഓപ്ഷൻ ഡി താലോലം. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു ആശ്വാസം കിട്ടണം അല്ലെ, ഒരു ആശ്വാസം കിട്ടണം, അതുപോലെ തന്നെ ഒരു സ്വാന്തനം കിട്ടണം അല്ലെ, ഒരു സ്വാന്തനം കിട്ടണം. എങ്ങനത്തെ? ഒരു സ്നേഹ സ്വാന്തനം കിട്ടണം. അപ്പം കാസർഗോഡ് എൻഡോസൾഫാൻ ബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി ഏതാണ്? സ്നേഹസ്വാന്തനമാണ്. സ്നേഹസ്വാന്തനം. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹസ്വാന്തനമാണ്. അപ്പോൾ എന്താണ് ബാലമുകുളം എന്ന് പറയുന്നത്? ബാലമുകുളം സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതി. ബാലം എന്താണ് ബാലമുകുളം എന്ന് പറയുന്നത്? കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ബാലമുകുളം എന്ന് പറയുമ്പോൾ കുട്ടികള് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ്. മുകുളം ആയുർവേദമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് പോകാലോ. ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. പഠിച്ചല്ലോ, ബാലമുകുളം എന്താണെന്ന് പഠിച്ചല്ലോ. അടുത്തത് PM പോഷൻ അല്ലെങ്കിൽ പോഷൻ ശക്തി നിർമ്മാൺ. PA പോഷൻ അല്ലെങ്കിൽ പോഷൻ ശക്തി നിർമ്മാൺ. എന്താണ് PM പോഷൻ എന്ന് പറയുന്നത്? സർക്കാർ എയ്ഡഡ് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതുക്കിയ പേരാണ് പോഷൻ. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സർക്കാർ എയ്ഡഡ് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പുതുക്കിയ പേരെന്താണ്? PM. നമ്മൾ ഉച്ചയ്ക്കാ കൊടുക്കുന്നില്ലയോ, അപ്പം PM. സ്കൂളിൽ ഭക്ഷണം കൊടുക്കുന്ന PM-ലല്ലേ, അപ്പം PM പോഷൻ ശക്തി നിർമ്മാൺ. അങ്ങനെ ഒന്ന് ഓർത്തിരിക്കാലോ. അടുത്തതാണ് നിരോഗി ഹരിയാന. ഇതെല്ലാം ഓർക്കാൻ വേണ്ടിയാണേ പറയുന്നത്, ഓർത്തിരിക്കേ. നിരോഗി ഹരിയാന എന്താണ്? ഗുണഭോക്തൃ കുടുംബങ്ങൾക്ക് സൗജന്യ ആരോഗ്യ പരിശോധനയും വൈദ്യ ചികിത്സയും ലഭ്യമാക്കുന്ന ഹരിയാന ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി. നിരോഗി ഹരിയാനയ്ക്കകത്ത് തന്നെ ഉണ്ട്. ഹരിയാന ഗവൺമെന്റ് ആണ് ഇത് ആരംഭിച്ചത്. എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്? ഗുണഭോക്തൃ കുടുംബങ്ങൾക്ക് സൗജന്യ ആരോഗ്യ പരിശോധനയും വൈദ്യ ചികിത്സയും ലഭ്യമാക്കുന്നതിന് വേണ്ടി ഹരിയാന സംസ്ഥാനം ആരംഭിച്ച പദ്ധതിയാണ് നിരോഗി ഹരിയാന. മറന്നു പോവല്ലേ, നിരോഗി ഹരിയാന. അടുത്തതാണ് ശ്രവൺ. എന്താണ് ശ്രവൺ എന്ന് പറയുന്നത്? കേൾവി പരിമിതർക്ക് അല്ലെങ്കിൽ കേൾവി പരിമിതി നേരിടുന്നവർക്ക് ശ്രവണ സഹായികൾ ലഭ്യമാക്കുന്നതിനായി കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി. നമ്മൾ കേൾവി പരിമിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പറഞ്ഞു. ധ്വനി പറഞ്ഞു, ശ്രുതിമധുരം പറഞ്ഞു, ശ്രുതി തരംഗം പറഞ്ഞു. അതൊന്നും മറന്നു പോകരുത്. നവജാത ശിശുക്കളുടെ വരുന്നത് വേറെയാണ്,
0 മുതൽ 5 വയസ്സ് വരെ അല്ലെങ്കിൽ ജനിച്ച ഉടൻ മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്? ശ്രുതി തരംഗമാണ്. അത് കഴിഞ്ഞ് അതിന്റെ തുടർച്ച പറയുന്ന പേര് നമ്മൾ പഠിച്ചു. അങ്ങനെ എല്ലാ പദ്ധതികളും നമ്മൾ പഠിച്ചു. ഇവിടെ പറയുന്നത് എന്താണ്? ശ്രവൺ പദ്ധതിയാണ്. അപ്പൊ എന്താ ശ്രവൺ എന്ന് പറയുന്നത്? കേൾവിയുമായി ബന്ധപ്പെട്ടാണ്. ശ്രവണം, കേൾവി. അപ്പൊ കേൾവി പരിമിതി നേരിടുന്നവർക്ക് ശ്രവണ സഹായികൾ ലഭ്യമാക്കുന്നതിനാൽ കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് ശ്രവൺ പദ്ധതി. മറന്നു പോകത്തില്ലല്ലോ, മറന്നു പോവരുത്. അടുത്തത് ആയുഷ്മാൻ ഭവ്. എന്താണ് ആയുഷ്മാൻ ഭവ് പദ്ധതി? മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. മറ്റൊന്ന് നമ്മൾ പഠിച്ചായിരുന്നു, എന്താ? മൃതസഞ്ജീവനി. അതും എന്തായിരുന്നു? അവയവദാനമായിരുന്നു. ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. എന്ത്? ആയുഷ്മാൻ ഭവ്. ആയുഷ്മാൻ അത് ഓർത്താ മതി. ആയുഷ്മാൻ, ആയുസ് അല്ലെങ്കിൽ മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. അടുത്തതാണ് ഗൃഹ ആരോഗ്യ. എന്താണ് ഗൃഹ ആരോഗ്യ? നമുക്കറിയാം, ഗൃഹം എന്ന് പറയുന്ന വീടാണ്. ആരോഗ്യ പരിപാലനമായിട്ട് ഓർത്താൽ മതി. അപ്പം വീടുകളിൽ സന്ദർശിച്ച 30 വയസ്സിന് മുകളിലുള്ളവരെ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തുടങ്ങിയ പദ്ധതിയാണ് ഗൃഹ ആരോഗ്യ. ഇത് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കർണാടകയാണ്. അപ്പൊ ഗൃഹ ആരോഗ്യ പഠിക്കാലോ. എന്താണ്? വീടുകൾ സന്ദർശിച്ച 30 വയസ്സിന് മുകളിൽ ഉള്ളവരെ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് വേണ്ടി തുടങ്ങിയ പദ്ധതി നടപ്പിലാക്കിയത് കർണാടകയാണ്. ഓർക്കാൻ എളുപ്പമാണ്. ഗൃഹ ആരോഗ്യ, ഗൃഹത്തിൽ ചെന്ന് ആരോഗ്യം പരിശോധിക്കുന്നു. വീട്ടിൽ ചെന്ന് ആരോഗ്യം പരിശോധിക്കുന്നു. നടപ്പിലാക്കിയത് കർണാടക. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്തതാണ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട്. ABHA, ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട്. എന്താണ്? ഒരു അക്കൗണ്ട് ആയിരിക്കും അല്ലെ, ഒരു വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഓർക്കാം. നോക്കി, രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കാനായി നിലവിൽ വരുന്ന സംവിധാനമാണ് എന്ത്? ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് എന്ന് പറയുന്നത്. രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കാനായി നിലവിൽ വരുന്ന സംവിധാനമാണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ആണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഓർക്കാൻ എളുപ്പമാണല്ലോ. ഒരു അക്കൗണ്ട് ആണ്. എന്ത് അക്കൗണ്ട് ആണ്? ഹെൽത്ത് അക്കൗണ്ട് ആണ്. അപ്പൊ ആരോഗ്യത്തെ പറ്റിയുള്ള വിവരങ്ങൾ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇത് നടപ്പിലാക്കിയത്. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ആണ് എന്ന് ഓർക്കാം. ക്ലിയർ ആയല്ലോ? അടുത്ത പദ്ധതിയാണ് ആരോഗ്യ മൈത്രി. അപ്പൊ എന്താണ് ആരോഗ്യ മൈത്രി പദ്ധതി എന്ന് പറയുന്നത്? പ്രകൃതി ദുരന്തങ്ങൾ ബാധിക്കുന്ന വികസ്വര രാജ്യങ്ങൾക്ക് മെഡിക്കൽ സാമഗ്രികൾ നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതിയാണ് ആരോഗ്യ മൈത്രി. വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് മെഡിക്കൽ സാമഗ്രികൾ, എങ്ങനെയാണ്? പ്രകൃതി ദുരന്തങ്ങൾ ബാധിക്കുന്ന വികസ്വര രാജ്യങ്ങൾക്ക് മെഡിക്കൽ സാമഗ്രികൾ നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ആരോഗ്യ മൈത്രി എന്ന് പറയുന്നത്. അടുത്തതാണ് തൂവാല വിപ്ലവം. നമ്മൾ എപ്പോഴും തൂവാല ഉപയോഗിക്കുന്ന, ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ തൂവാല, ഹാൻഡർചീഫ് ഉപയോഗിക്കണമെന്ന് പറയും. എന്തുകൊണ്ടാണ്? വായുവിലൂടെ രോഗം പകരാതിരിക്കാൻ. അപ്പൊ അതാണ് തൂവാല വിപ്ലവം. അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാലോ. എന്താണ് തൂവാല വിപ്ലവം? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തൂവാല വിപ്ലവം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനാൽ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി തൂവാല വിപ്ലവം. അടുത്ത പദ്ധതിയാണ് ആശാധാര. എന്താണ് ആശാധാര പദ്ധതി? ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായി ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ആശാധാര. ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ എന്നിവയുടെ ചികിത്സയ്ക്കായി ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര പദ്ധതി. ആശാധാര. ദീപ്തി എന്താണെന്ന് അറിയാമോ? കാഴ്ച പരിമിതരായ എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൽ ലിപി പഠിപ്പിക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതി. ദീപ്തി കാഴ്ച പരിമിതരായ എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൽ ലിപി പഠിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതി. അടുത്ത സ്പേസ്. എന്താണ് സ്പേസ്? സ്പേസ് എന്ന് പറയുമ്പോൾ അതിന്റെ എക്സ്പാൻഡഡ് ഫോമിനകത്ത് തന്നെ അതുണ്ട്. സ്പെഷ്യൽ പ്ലാറ്റ്ഫോം ടു അച്ചീവ് ക്ലാസ് റൂം എക്സ്പീരിയൻസ് ഫോർ ഫോർബിഡൻ ചിൽഡ്രൻ. അതാണ് സ്പേസിന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർബിഡൻ ചിൽഡ്രൻ ആണ് അല്ലെ. രോഗാവസ്ഥ കാരണം ഗ്രഹാധിഷ്ഠിത പഠനം നടത്തുന്ന ഭിന്നശേഷി കുട്ടികൾക്കായി ഭിന്നശേഷി സൗഹൃദ പഠനമുറി ഒരുക്കുന്ന പദ്ധതിയാണ്
സ്പേസ് പദ്ധതി എന്ന് പറയുന്നത്. സ്പേസ് അവർക്കും പഠിക്കണമല്ലോ, അവർക്കും ഒരു സ്പേസ് വേണമല്ലോ. അപ്പൊ രോഗാവസ്ഥ കാരണം ഗ്രഹാധിഷ്ഠിത പഠനം നടത്തുന്ന ഭിന്നശേഷി കുട്ടികൾക്കായിട്ടുള്ള, ഫോർബിഡൻ കുട്ടികൾക്കായുള്ള ഭിന്നശേഷി സൗഹൃദ പഠനമുറി ഒരുക്കുന്ന പദ്ധതിയാണ് സ്പേസ് പദ്ധതി. ആ പേരിനകത്ത് തന്നെ ഉണ്ട്. അടുത്ത പദ്ധതിയാണ് സശ്രദ്ധം. സശ്രദ്ധം സശ്രദ്ധം എപ്പോഴും ശ്രദ്ധ വേണം. എപ്പോഴാ? കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം പദ്ധതി. സശ്രദ്ധം. അപ്പൊ സശ്രദ്ധം എന്താണെന്ന് അറിയാമോ? എന്താണ്? കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തിക്കൊണ്ട് അവ പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം പദ്ധതി. അടുത്തത് ആവാസ് പദ്ധതി. ആവാസുമായിട്ട് ബന്ധപ്പെടുമ്പോഴേ നമുക്കറിയാം ആവാസ് എന്താണ്? അന്യ സംസ്ഥാന തൊഴിലാളികളാണ് അല്ലെ. അപ്പം സംസ്ഥാനത്തെ കുടിയേറ്റ തൊഴിലാളികൾക്കായുള്ള കേരള സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആവാസ്. ഇതൊന്ന് ഓർത്തു വെച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. ആവാസ് എന്താണ്? സംസ്ഥാനത്തെ കുടിയേറ്റ തൊഴിലാളികൾക്കായുള്ള കേരള സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആവാസ് പദ്ധതി. ആവാസ് വസിക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ജീവിക്കണമെങ്കിൽ അതിനകത്തുള്ള ആ ഒരു കാർഡ് വേണം, അല്ലെങ്കിൽ ആ ഒരു ഇൻഷുറൻസ് വേണം. അതാണ് ആവാസ് പദ്ധതി എന്ന് പറയുന്നത്. അടുത്തതാണ് ദൃഷ്ടി. എന്താണ് ദൃഷ്ടി പദ്ധതി? ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പാക്കുന്ന പദ്ധതിയാണ്. ഗ്ലോക്കോമ എന്ന രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ദൃഷ്ടി പദ്ധതി. അപ്പം ദൃഷ്ടി പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്ലോക്കോമ. അങ്ങനെ പ്രീവിയസ് ഇയറിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഗ്ലോക്കോമ എന്ന രോഗം താഴെ പറയുന്നവയിൽ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദൃഷ്ടി പദ്ധതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദൃഷ്ടി. അടുത്തയാണ് ശലഭം പദ്ധതി. ശലഭം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്കായുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതി. സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ശലഭം പദ്ധതി. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതി. അടുത്തയാണ് ഉയരെ. എന്താണ് ഉയരെ പദ്ധതി? വിദ്യാലയങ്ങളെ ലഹരി മുക്തമാക്കാൻ ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉയരെ. ഉയരെ. വിമുക്തി നമ്മൾ പഠിച്ചു. വിമുക്തിയും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലഹരി വിമുക്തമാക്കുക. ലഹരി മുക്തം ആണ് വിമുക്തി എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഉയരെ. വിദ്യാലയങ്ങളെ ലഹരി മുക്തമാക്കാൻ ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉയരെ. അടുത്തതാണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. എന്താണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം? വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ ലോക ബാങ്കിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. അടുത്ത സ്നേഹധാര. എന്താണ് സ്നേഹധാര പദ്ധതി? 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ വളർച്ചാ പ്രശ്നങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി ആയുർവേദ ചികിത്സാ വിധികളിലൂടെ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതി. ധാര. ഇപ്പോഴും ധാര നടക്കുന്നത് ആയുർവേദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെ. അപ്പൊ സ്നേഹധാര അങ്ങനെ ഓർത്താൽ മതി. സ്നേഹധാര എന്താണ്? 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ വളർച്ചാ പ്രശ്നങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി ആയുർവേദ ചികിത്സാ വിധികളിലൂടെ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹധാര. അടുത്ത പദ്ധതിയാണ് കൈമൊഴി. കൈമൊഴി ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനകത്തുനിന്ന് വന്ന ചോദ്യങ്ങളാണ്. ഈ കൈമൊഴിയൊക്കെ അതിനകത്ത് വന്നതാണ്. കൈമൊഴി എന്താണ്? സംസാര ശ്രവണ പരിമിതരുമായി ആശയവിനിമയം നടത്താൻ വിദ്യാർത്ഥികൾക്കായി തൃശൂർ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ആംഗ്യഭാഷാ സാക്ഷരതാ പദ്ധതി. ആംഗ്യഭാഷ നമ്മൾ എങ്ങനെയാണ്? കയ്യിലൂടെയാണ് അല്ലെ. അപ്പം കയ്യിലൂടെ നമ്മൾ എന്ത് ചെയ്യും? സംസാരിക്കും, മൊഴിയും. അപ്പം കൈമൊഴി. കൈമൊഴി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സംസാര ശ്രവണ പരിമിതരുമായി ആശയവിനിമയം നടത്താൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് തൃശൂർ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ആംഗ്യഭാഷാ സാക്ഷരതാ പദ്ധതിയാണ്. സസ്നേഹം തൃശൂർ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി നടത്തുന്നത്. അപ്പൊ സസ്നേഹം തൃശൂർ എന്ന പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു പദ്ധതിയാണ് ഏത്? കൈമൊഴി എന്ന പദ്ധതി. അടുത്തത് പൊൽ ബ്ലഡ്. എന്താണ് പൊൽ ബ്ലഡ്? അതിനകത്തുണ്ട് ബ്ലഡ്, രക്തദാനം. രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ രക്തദാനം നടത്തുന്നതിനുമായുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ്
പൊൽ ബ്ലഡ്, പോലീസ് ബ്ലഡ് അങ്ങനെ ഓർത്താൽ മതി, പൊൽ ബ്ലഡ്. അടുത്തത് ഈ സഞ്ജീവനി. ഈ സഞ്ജീവനി മൃതസഞ്ജീവനി നമ്മൾ പറഞ്ഞു അവയവദാന മാറ്റം. ഈ സഞ്ജീവനി എന്താണ്? കേരള സർക്കാരിന്റെ ടെലിമെഡിസിൻ പദ്ധതിയാണ്. ഈ സഞ്ജീവനി എന്താണ്? കേരള സർക്കാരിന്റെ ടെലിമെഡിസിൻ പദ്ധതിയാണ്. ടെലിമെഡിസിൻ പദ്ധതിയാണ് ഈ സഞ്ജീവനി എന്ന് പറയുന്നത്. അടുത്ത ഒരു ചോദ്യം, നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റും, ശ്രദ്ധിച്ചു വായിച്ചാൽ മതി. ഒന്ന് നോക്കി, കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന ചില ആരോഗ്യ പദ്ധതികളെ കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. അവയിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. ഒന്ന്, ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. രണ്ട്, എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് സുകൃതം. മൂന്ന്, കിടപ്പ് രോഗികളെ പരിപാലിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സാന്ത്വനം. നാല്, മാരകമായ അസുഖം നിമിത്തം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം. നിങ്ങൾക്ക് ഒന്ന് മാത്രം, 1ഉം 4ഉം 2ഉം 3ഉം 2ഉം 4ഉം ഇതിൽ ഏതാണ് ശരിയെന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അതിലോട്ടൊന്നും പോകണ്ട, നമുക്ക് ഈ ഓരോ പ്രസ്താവനയും വാങ്ങിച്ച് ശരിയായതാ തെറ്റേതാന്ന് കണ്ടെത്താൻ പറ്റും. ഒന്നാമത് നോക്കി, ശരിയായിട്ടുള്ളതാണേ കണ്ടെത്തേണ്ടത്. അത് ക്ലിയർ ആയിട്ട് നോക്കുക. ശരിയായിട്ടുള്ളവയാണോ തെറ്റായിട്ടുള്ളവയാണോ കണ്ടെത്തേണ്ടതെന്ന് ആദ്യം ക്ലിയർ ആക്കുക. ഇവിടെ ശരിയായിട്ടുള്ളതാണ് ഒന്നാമത്തെ പ്രസ്താവന. നോക്കൂ, ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. LGS ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ശരിയോ തെറ്റോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണെന്ന് നമുക്കറിയാം. അടുത്ത പ്രസ്താവന നോക്കിയേ, എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് സുകൃതം. സുകൃതം പദ്ധതി. സുകൃതം പദ്ധതി ആണോ എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതി? നമ്മൾ പഠിച്ചു അല്ല. ഏതാണ്? ആയുർദളമാണെന്ന് പഠിച്ചു അല്ലെ? ആയുർദളമാണ് ഏതായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സുകൃതം പദ്ധതി എന്ന് പറയുന്നത്? സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. അംബാസഡർ നമ്മൾ പറഞ്ഞു മമ്മൂട്ടി. ഇതെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതി ഏതാണ്? ആയുർദളമാണ്. സുകൃതം എന്താണ്? സൗജന്യ ചികിത്സാ പദ്ധതിയാണ്. അടുത്ത പ്രസ്താവന നോക്കി, കിടപ്പ് രോഗികളെ പരിപാലിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സാന്ത്വനം. ശരിയാണോ? അല്ല. നമ്മൾ പഠിച്ചു ആശ്വാസകിരണം പദ്ധതി ഉപഭോക്താക്കൾ ആരൊക്കെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു ആരാണ്? രോഗികളെ പരിചരിക്കുന്നവർ. അപ്പം കിടപ്പ് രോഗികളെ പരിപാലിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി എന്താണ്? ആശ്വാസകിരണമാണ് അല്ലെ? ആശ്വാസ കിരണം ആണ്. ആശ്വാസകിരണം. അപ്പൊ എന്താണ് സ്വാന്തനം പദ്ധതി? കിടപ്പ് രോഗികൾക്കും രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കും സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധന നൽകുന്ന അല്ലെങ്കിൽ പരിശോധനയ്ക്ക് സാഹചര്യം ഒരുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ സാന്ത്വനം പദ്ധതി എന്ന് പറയുന്നത്. പ്രമേഹം, അതേപോലെ തന്നെ രക്തസമ്മർദ്ദം എന്നിവയ്ക്കെല്ലാം വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? സാന്ത്വനം പദ്ധതി എന്ന് പറയുന്നത്. തിരിഞ്ഞു പോവല്ലേ? അടുത്ത നാലാമത് നോക്കി, മാരകമായ അസുഖം നിമിത്തം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം. ശരിയോ തെറ്റോ? മാരകമായ അസുഖം നിമിത്തം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണോ താലോലം? ആണ്. അപ്പൊ നാലാമത്തെ പ്രസ്താവന ശരിയാണ്. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 1ഉം 4ഉം. നമുക്കിത് പറയാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ ആ പദ്ധതികളെല്ലാം പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ആ പദ്ധതികളെല്ലാം അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് പറയാൻ പറ്റിയത്. ക്ലിയർ ആയോ? അപ്പം ഓപ്ഷൻ ബി 1ഉം 4ഉം. ക്ലിയർ ആയി? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ സിക്ക വൈറസ്, ഓപ്ഷൻ ബി നിപ വൈറസ്, ഓപ്ഷൻ സി കൊറോണ വൈറസ്, ഓപ്ഷൻ ഡി പോളിയോ വൈറസ്. ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? നമുക്ക് ഒരു സമയത്ത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്. ഏതാണ്? ഓപ്ഷൻ സി കൊറോണ വൈറസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊറോണ വൈറസ്. എന്താണ് ബാക്ക് ടു ബേസിക്സ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്?
സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ക്യാമ്പയിൻ ആണ് ബാക്ക് ടു ബേസിക്സ്. ബാക്ക് ടു ബേസിക്സിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ COVID-19 അനുബന്ധ പ്രോട്ടോകോൾ പാലിക്കേണ്ടതിന്റെയും രോഗവ്യാപനം കുറയ്ക്കുന്നതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതായിരുന്നു ബാക്ക് ടു ബേസിക്സ്. ബാക്ക് ടു ബേസിക്സ് എന്ന ക്യാമ്പയിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അടുത്ത മറ്റൊരു ചോദ്യമാണ്, ക്രഷിംഗ് ദി കർവ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സിക്ക വൈറസ്, ഓപ്ഷൻ ബി നിപ്പ വൈറസ്, ഓപ്ഷൻ സി ഇബോള വൈറസ്, ഓപ്ഷൻ ഡി കൊറോണ വൈറസ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്രഷിംഗ് ദി കർവ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതും കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം കൊറോണ വൈറസുമായിട്ട് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു. ഒന്ന് ഏതാണ്? ക്രഷിംഗ് ദി കർവ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ ഏതാണ്? ബാക്ക് ടു ബേസിക്സ്. അപ്പം ബാക്ക് ടു ബേസിക്സും അതേപോലെ തന്നെ ക്രഷിംഗ് ദി കർവും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊറോണ വൈറസ്. ബ്രേക്ക് ദ ചെയിൻ ഏത് അസുഖവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതും കൊറോണ വൈറസുമായിട്ടാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ക്രഷിംഗ് ദി കർവ്. എന്താണ് ക്രഷിംഗ് ദി കർവ് എന്ന് പറയുന്നത്? COVID-19 രണ്ടാം ഘട്ടം പടരുന്ന സാഹചര്യത്തിൽ പരമാവധി പേരെ വാക്സിൻ എടുപ്പിച്ച് രോഗവ്യാപനം തടയുകയും ഗുരുതരാവസ്ഥ ഒഴിവാക്കുകയും ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആരംഭിച്ച മാസ് വാക്സിനേഷൻ ഡ്രൈവ് ആണ് ക്രഷിംഗ് ദി കർവ് എന്ന് പറയുന്നത്. മാസ് വാക്സിനേഷൻ കർവ് ഡ്രൈവ്, അതാണ് എന്താ? ക്രഷിംഗ് ദി കർവ്. അടുത്തത് ബ്രേക്ക് ദി ചെയിൻ. എന്താണ് ബ്രേക്ക് ദ ചെയിൻ? നമുക്കറിയാം. COVID-19 സമൂഹ വ്യാപനം തടയുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംസ്ഥാന ക്യാമ്പയിൻ ആണ് ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്നത്. അടുത്തത് തുടരണം ഈ കരുതൽ. തുടരണം ഈ കരുതലും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോക്ക്ഡൌൺ ഭാഗികമായി പിൻവലിച്ച സാഹചര്യത്തിൽ കോവിഡ് പ്രതിരോധം ശക്തമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിന്റെ രണ്ടാം ഘട്ടമാണ് തുടരണം ഈ കരുതൽ. വീണ്ടും തുടർന്നുകൊണ്ട് പോകണം, അങ്ങനെ ഓർത്താൽ മതി. രണ്ടാം ഘട്ടം, ബ്രേക്ക് ദ ചെയിന്റെ രണ്ടാം ഘട്ടമാണ് തുടരണം ഈ കരുതൽ. അപ്പൊ ഏതൊക്കെയാണ് കൊറോണ വൈറസ് നമ്മൾ ഇപ്പം പഠിച്ചത്? ഒന്ന് ബാക്ക് ടു ബേസിക്സ്, രണ്ട് ക്രഷിംഗ് ദ കർവ്, മൂന്നാമത്തെ ബ്രേക്ക് ദ ചെയിൻ, നാലാമത്തെ തുടരണം ഈ കരുതൽ. ഇത് ഇത്രയും ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഇത്രയേ ഉള്ളോ? അല്ല. അടുത്തതാണ് മാതൃകവചം. മാതൃകവചം എന്താണ്? സംസ്ഥാനത്തെ മുഴുവൻ ഗർഭിണികൾക്കും കോവിഡ് വാക്സിൻ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ. എല്ലാ മാതൃത്വം ഗർഭിണികൾക്കും കോവിഡ് വാക്സിൻ ലഭ്യമാക്കുന്നതിനായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ആണ് മാതൃകവചം. അടുത്ത കൂടെയുണ്ട് അംഗനവാടികൾ. നമ്മൾ കേട്ടിട്ടുണ്ട് കൂടെയുണ്ട് അംഗൻവാടികൾ. എന്താണ്? ലോക്ക്ഡൌൺ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്നിവർക്ക് മാനസിക പിന്തുണ നൽകാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഓർക്കാൻ എളുപ്പമാണ് അല്ലെ. കൂടെയുണ്ട്, അങ്ങനെ ഒരു മാനസികമായിട്ടൊരു പിന്തുണ നൽകാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ്. അടുത്ത തേനമൃത്. എന്താണ് തേനമൃത്? ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയായിരുന്നു തേനമൃത്. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പോഷകക്കുറവ് കേട്ടോ, അത് പരിഹരിക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതി തേനമൃത്. അടുത്തയാണ് സഹജീവനം. സഹജീവനവും കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടതാണ്. കോവിഡ് കാലത്ത് ദുരിതം അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരെയും അവരുടെ രക്ഷിതാക്കളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആശ്രയ കേന്ദ്രങ്ങൾ ആരംഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് സഹജീവനം എന്ന് പറയുന്നത്. സഹജീവനം. ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. അടുത്ത പദ്ധതിയാ ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. എന്താ? അതും കോവിഡ് കാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന പലവിധ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നതിനും ആത്മഹത്യാ പ്രവണത ചെറുക്കുന്നതിനുമായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതി. ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. മറ്റേത് ഒപ്പമുണ്ട് അംഗനവാടികൾ, അല്ല കൂടെയുണ്ട് അംഗനവാടികൾ നമ്മൾ പറഞ്ഞു അല്ലെ. കൂടെയുണ്ട് അംഗനവാടികൾ നമ്മൾ പറഞ്ഞു. ഇപ്പം പറഞ്ഞ ഏതാണ്? ഒപ്പമുണ്ട്, ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. ക്ലിയർ ആയി? ഇത് രണ്ടും മാനസിക പ്രശ്നങ്ങളെ ചെറുക്കാൻ വേണ്ടി തുടങ്ങിയ പ്രോഗ്രാമാണ്. അടുത്തതാണ് സാമൂഹിക അടുക്കള. സാമൂഹിക അടുക്കള അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കും? ഭക്ഷണവുമായിട്ടായിരിക്കും അല്ലെ. അപ്പൊ ലോക്ക്ഡൌൺ കാലത്ത് ഒരാളും വിശന്നിരിക്കരുത് എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സൗജന്യ ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സംരംഭമാണ് സാമൂഹിക അടുക്കള എന്ന് പറയുന്നത്. സാമൂഹിക അടുക്കള. അത് ക്ലിയർ ആയല്ലോ. അടുത്ത പ്രോഗ്രാം അല്ലെങ്കിൽ അടുത്ത പദ്ധതി ഏതാണ്? സഞ്ജീവനിയാണ്. സഞ്ജീവനി. എന്താണ് സഞ്ജീവനി പദ്ധതി?
ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ അവശ്യ മരുന്നുകൾ രോഗികൾക്ക് ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് സഞ്ജീവനി പദ്ധതി. സഞ്ജീവനി. അപ്പൊ ജീവനി സഞ്ജീവനി എന്തായിരിക്കും? ലോക്ക്ഡൌൺ കാലത്ത് ജനങ്ങൾക്ക് പഴം, പച്ചക്കറി മുതലായവ ഓൺലൈൻ ലഭ്യമാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി. സഞ്ജീവനി നമ്മൾ പഠിച്ചു എന്താണ്? അവശ്യ മരുന്നുകൾ നൽകുന്നതാണ്. ജീവനി സഞ്ജീവനി എന്താ? ജീവൻ വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം വേണം അല്ലെ? അപ്പം ജനങ്ങൾക്ക് പഴം, പച്ചക്കറി മുതലായവ ഓൺലൈൻ ലഭ്യമാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ജീവനി സഞ്ജീവനി. അടുത്തത് പ്രശാന്തി. എന്താണ് പ്രശാന്തി എന്ന് പറയുന്ന പദ്ധതി? ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ്. മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്താ? പ്രശാന്തി പദ്ധതി. അടുത്ത പദ്ധതിയാണ് ബാല്യം. 2021 ഡിസംബറിൽ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയാണ് ബാല്യം പദ്ധതി. ബാല്യം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ആയിരിക്കും. കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ പദ്ധതിയാണ് ബാല്യം പദ്ധതി. ഇത് നടപ്പിലാക്കിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ മലപ്പുറമാണ്. 2 മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ആയുർവേദ പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ബാല്യം പദ്ധതി. അടുത്തതാണ് ഡ്രീം കേരള. എന്താണ് ഡ്രീം കേരള പദ്ധതി? ഡ്രീം കേരള എന്തായിരിക്കും? COVID-19 പശ്ചാത്തലത്തിൽ മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസവും സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനവും ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഡ്രീം കേരള. നമുക്കറിയാം ഓരോ പ്രവാസിയും ഓരോ സ്വപ്നങ്ങളായിട്ടാണ് പോകുന്നതും വരുന്നതും അല്ലെ? അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യാലോ ഡ്രീം കേരള. പിന്നെ എന്തായിരിക്കും ഡ്രീം കേരളമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന? കേരളത്തിന്റെ വികസനം. ഇത് രണ്ടുമാണ് ഇവിടെ നടക്കുന്നത്. COVID-19 പശ്ചാത്തലത്തിൽ മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസവും സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനവും ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ഡ്രീം കേരള എന്ന് പറയുന്നത്. ഡ്രീം കേരള. അടുത്ത പദ്ധതിയാണ് പ്രാണ എയർ ഫോർ കെയർ. പ്രാണ എയർ ഫോർ കെയർ. എന്താണ് പ്രാണ എയർ ഫോർ കെയർ? കേരളത്തിൽ ആദ്യമായി COVID-19 രോഗികൾക്ക് എല്ലാ IP ബെഡുകളിലും പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ ലഭ്യമാക്കുന്നതിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആരംഭിച്ച പദ്ധതി എയർ. പ്രാണ എയർ ഫോർ എയർ. എയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓക്സിജൻ. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. പ്രാണ എയർ ഫോർ കെയർ എന്താണ്? കേരളത്തിൽ ആദ്യമായിട്ട് COVID-19 രോഗികൾക്ക് എല്ലാ IP ബെഡുകളിലും പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ ലഭ്യമാക്കുന്നതിനുള്ള തൃശൂർ മെഡിക്കൽ കോളേജ് ആരംഭിച്ച പദ്ധതിയാണ് പ്രാണ എയർ ഫോർ കെയർ. അടുത്തയാണ് സുഖയുഷ്യം. എന്താണ് സുഖയുഷ്യം പദ്ധതി? COVID-19 വ്യാപനത്തിനെതിരെ ആയുർവേദം ഉപയോഗപ്പെടുത്തി 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഖയുഷ്യം. സുഖയുഷ്യം ആയുർവേദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്താ മതി. സുഖയുഷ്യം. അടുത്ത പദ്ധതിയാണ് നൈറ്റിംഗേൽ 19. എന്തായിരിക്കും നൈറ്റിംഗേൽ 19? അതും കോവിഡുമായിട്ടല്ലേ? COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി കണ്ണൂരിലെ കൊറോണ സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ച റോബോട്ടാണ് നൈറ്റിംഗേൽ 19. അപ്പൊ നൈറ്റിംഗേൽ 19 എന്താണ്? COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനാൽ കണ്ണൂരിലെ കൊറോണ സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ച റോബോട്ട്. അപ്പൊ നമ്മൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ പഠിച്ചു. ഒന്ന് ഏതാണ് നമ്മൾ പറഞ്ഞത്? ബാക്ക് ടു ബേസിക്സ്. രണ്ടാമത്തത് ക്രഷിംഗ് ദി കാർ. മൂന്നാമത്തെ ബ്രേക്ക് ദ ചെയിൻ. 4 തുടരണം ഈ കരുതൽ. മാതൃകവചം. കൂടെയുണ്ട് അംഗനവാടികൾ. തേനമർത്. ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. സഹജീവനം. സാമൂഹിക അടുക്കള. സഞ്ജീവനി. ജീവനി സഞ്ജീവനി. പ്രശാന്തി. ബാല്യം. ഡ്രീം കേരള. പ്രാണ എയർ ഫോർ കെയർ. അത് ഓർക്കുമ്പോഴേ അറിയാം. ഓക്സിജൻ. സുഖയുഷ്യം എന്താ? ആയുർവേദം ഉപയോഗപ്പെടുത്തി 60 വയസ്സിന് മുകളിലുള്ളവരുടെ രോഗപ്രതിരോധ ശേഷി. അടുത്ത നൈറ്റിംഗേൽ 19 എന്താണ്? റോബോട്ട്. അങ്ങനെ ഓർത്തിരുന്നോണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നോണേ. ആരോഗ്യക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആരോഗ്യക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും പദ്ധതികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ പാർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും പഠിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു പാർട്ടിന്റെ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസിന്റെ PDF ഈ ഒരു ടെലഗ്രാം ചാനൽ PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ചാനലിൽ ലഭിക്കും. നിങ്ങൾക്ക് ലിങ്ക് വഴി ഇതിനകത്തോട്ട് കയറാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് PSC ഇൻഫ്ലുവൻസറിന് അടിച്ചു കൊടുത്താൽ മതി, കയറാൻ സാധിക്കും. ഇനി ഈ PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ 1 ലക്ഷത്തിൽ പരം പോൾ വർക്കൗട്ട് എക്സാംസ് ഡെയിലി നടക്കുന്നുണ്ട്.
സൗജന്യ PDF നോട്ട്സ് 500-ൽ പരം സൗജന്യ PDF നോട്ട്സ് നമ്മൾ നൽകുന്നുണ്ട്. ഡെയിലി കറണ്ട് അഫയേഴ്സ് വർക്കൗട്ട് നടക്കുന്നുണ്ട്. ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് എന്നും റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മൾ നൽകുന്നുണ്ട്. SRT NCERT വർക്കൗട്ട് എക്സാംസ് ഉണ്ട്. അതേപോലെ തന്നെ ഡെയിലി സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ഉണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.